മറ്റൊരു പാകിസ്ഥാനായി, മറ്റൊരു അഫ്ഗാനിസ്ഥാനായി ബ്രിട്ടൻ അല്ലെങ്കിൽ UK മാറിക്കൊണ്ടിരിക്കുകയാണ്. ആ ഒരു പരാമർശം ഒട്ടും തന്നെ അതിശയോക്തി കലരുന്നതല്ല. കാരണം യൂറോപ്പിൽ, പ്രത്യേകിച്ച് ബ്രിട്ടനിൽ ജീവിക്കുന്നവർക്ക്, UK ജീവിക്കുന്നവർക്ക്, ലണ്ടനിൽ ജീവിക്കുന്നവർക്ക് അതിൻ്റെ തെരുവുകളിലൂടെയൊക്കെ യാത്ര ചെയ്യുമ്പോൾ ഞാൻ നേരത്തെ നടത്തിയ ആ ഒരു പരാമർശം, അതിൻ്റെ ഗൗരവം എത്രത്തോളം ഉണ്ട് എന്ന് കൃത്യമായിട്ട് തന്നെ മനസ്സിലാക്കാൻ സാധിക്കും. തങ്ങളുടെ ഒരു ലിബറൽ ഐഡിയ അല്ലെങ്കിൽ അഭയാർത്ഥികൾക്ക് പരവതാനി വിരിച്ച് കൊടുത്തതിൻ്റെ ഒരു ദുരന്ത ഫലമാണ്, വിവേകമില്ലാതെ അവരെ സ്വീകരിച്ചതിൻ്റെ ഒരു ദുരന്ത ഫലമാണ് ഇന്ന് UK അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത്. ഇത്തരത്തിൽ ഒരു അനിയന്ത്രിതമായിട്ടുള്ള ഒരു കുടിയേറ്റം, പ്രത്യേകിച്ച് ഇസ്ലാമിക ഭൂരിപക്ഷ രാജ്യങ്ങളിൽ നിന്നും ഇത്തരത്തിലുള്ള അനിയന്ത്രിതമായിട്ടുള്ള ഒരു കുടിയേറ്റം ബ്രിട്ടനിൽ ഇനിയും ഇങ്ങനെ തുടർന്ന് കഴിഞ്ഞാൽ എന്തായിരിക്കും സംഭവിക്കാൻ പോവുക? നമ്മൾ അതിനെപ്പറ്റി പഠിച്ചു കഴിഞ്ഞപ്പോൾ അതിഭയാനകമായിട്ടുള്ള ചില ഞെട്ടിക്കുന്ന യാഥാർത്ഥ്യങ്ങളാണ് മനസ്സിലാക്കാൻ സാധിച്ചത്. ആ വിഷയങ്ങളാണ് ഇന്ന് പ്രേക്ഷകരുമായി നിലപാട് എന്ന ഈ ഒരു പ്രോഗ്രാമിൻ്റെ ഇന്നത്തെ എപ്പിസോഡിലൂടെ ഞങ്ങൾ പങ്കുവയ്ക്കാൻ ആഗ്രഹിക്കുന്നത്. ഞാൻ ജോർജി, എന്നോടൊപ്പമുള്ളത് അരുൺ റോബിൻ. ഈ പൊളിറ്റിക്കൽ ഇസ്ലാം എങ്ങനെയാണ് ഒരു തന്ത്രപരമായിട്ടുള്ള ഒരു കുടിയേറ്റത്തിലൂടെ തങ്ങളുടെ അധിനിവേശപരമായിട്ടുള്ള ഒരു അജണ്ട നടപ്പിലാക്കുന്നത് എന്നതിൻ്റെ ഒരു ക്ലാസിക് ഒരു എക്സാമ്പിളായിട്ട് ഇന്ന് UK മാറുകയാണ്. ഒരു കാലഘട്ടത്തിൽ സൂര്യൻ അസ്തമിക്കാത്ത സാമ്രാജ്യം എന്നൊക്കെ നാം വിശേഷിപ്പിച്ചിരുന്ന ബ്രിട്ടൻ, ഇന്ന് ആ ബ്രിട്ടൻ്റെ അസ്തിത്വം തന്നെ അസ്തമിക്കുന്ന രീതിയിലേക്കാണ് ഇസ്ലാമിക ഭൂരിപക്ഷ രാജ്യങ്ങളിൽ നിന്നുള്ള അനിയന്ത്രിതമായിട്ടുള്ള അല്ലെങ്കിൽ ഇല്ലീഗലായിട്ടുള്ള കുടിയേറ്റത്തിലൂടെയൊക്കെ ഇപ്പോൾ സംഭവിക്കുന്നത്. ഒരു ചരിത്രത്തിലേക്ക് നാം തിരിഞ്ഞു നോക്കുമ്പോൾ പല രാജ്യങ്ങളെയും തങ്ങളുടെ ചൊൽപ്പടിക്കുള്ളിൽ നിർത്തിയ ഒരു ചരിത്രമാണ് ബ്രിട്ടൻ്റേത്. എന്നാൽ ഇന്ന് തങ്ങൾ അഭയം കൊടുത്തവരുടെ ചൊൽപ്പടിക്കുള്ളിൽ നിൽക്കേണ്ട ഒരു ഗതികേടിലേക്ക് ഇന്ന് ബ്രിട്ടീഷ് ജനത മാറിക്കൊണ്ടിരിക്കുന്നു. അപ്പോൾ ഈ ഒരു കുടിയേറ്റം, പ്രത്യേകിച്ച് ഈ ഇസ്ലാമിസ്റ്റുകളുടെ ഒരു കൃത്യമായിട്ടുള്ള അജണ്ടയോട് കൂടിയുള്ള ഈ ഒരു കുടിയേറ്റം, അത് എങ്ങനെ ബ്രിട്ടൻ്റെ മൊത്തത്തിലുള്ള ഒരു അവസ്ഥയെ മാറ്റിമറിച്ചു എന്നതിനെ പറ്റിയാണ് നമ്മളിന്ന് ചർച്ച ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഇതിനകത്ത് വളരെ വ്യക്തമായിട്ടുള്ള ചില സംഗതികൾ നടന്നിട്ടുണ്ട്. നമുക്കറിയാം, ഒരു അധിനിവേശം നടക്കണമെങ്കിൽ അവിടെ പൊളിറ്റിക്കലായിട്ടുള്ള ഒരു ആധിപത്യം സ്ഥാപിക്കണം. പൊളിറ്റിക്കലായിട്ടുള്ളൊരു ആധിപത്യം സ്ഥാപിക്കുന്നതിൻ്റെ അടിസ്ഥാന ഘടകം എന്ന് പറയുന്നത് ഒരു ജനസംഖ്യ അല്ലെങ്കിൽ ഒരു വോട്ട് ബാങ്കാണ്. ഒപ്പം തന്നെ മറ്റൊരു രീതിയിലുള്ള അധിനിവേശം, നമുക്കറിയാം, ഒരു സാമ്പത്തികമായിട്ടുള്ള ഒരു അധിനിവേശത്തിൻ്റെയും പ്രധാന ഘടകം എന്ന് പറയുന്നത് ഒരു ജനസംഖ്യയാണ്. ഇതാണ് നമ്മൾ ഈ ഒരു ബ്രിട്ടൻ്റെ ഒരു 1960 മുതലുള്ള ഒരു ചരിത്രം എടുത്ത് പരിശോധിച്ച് നോക്കുമ്പോൾ വളരെ തന്ത്രപരമായിട്ട് പോപ്പുലേഷൻ വർദ്ധിപ്പിച്ച്, അത് കുടിയേറ്റത്തിലൂടെ ജനസംഖ്യ വർദ്ധിപ്പിച്ച് ബ്രിട്ടൻ്റെ സമസ്ത മേഖലകളിലും ഒരു പാരലൽ ഒരു സംവിധാനം ഇവർ ക്രിയേറ്റ് ചെയ്തെടുത്തത്. അപ്പോൾ സാമ്പത്തികമായി നാം നോക്കുമ്പോൾ ഹലാൽ പോലുള്ള മേഖലകളിലൂടെ ഒരു പാരലൽ സംവിധാനം ഇവർ ക്രിയേറ്റ് ചെയ്ത് കഴിഞ്ഞിരിക്കുന്നു. ലീഗലായിട്ട് നോക്കുമ്പോൾ ശരിയ കോടതി, അത്തരത്തിലുള്ള സംവിധാനത്തിലൂടെ ഒരു പാരലൽ സംവിധാനം ക്രിയേറ്റ് ചെയ്തിരിക്കുന്നു. അപ്പോൾ നമ്മൾ ചർച്ചയുടെ തുടർന്നുള്ള വിശദാംശങ്ങളിലേക്ക് പോകുന്നതിന് മുമ്പ് എന്തുകൊണ്ട് നമ്മൾ ഈ വിഷയം ചർച്ചയ്ക്ക് എടുക്കുന്നു, അല്ലെങ്കിൽ എത്രത്തോളം ഗുരുതരമാണ് ബ്രിട്ടൻ്റെ അവസ്ഥ എന്നത് ചില കണക്കുകളുടെ അടിസ്ഥാനത്തിൽ ഞാനൊന്ന് സ്ഥാപിച്ചെടുക്കുവാൻ അല്ലെങ്കിൽ വിശദീകരിക്കുവാൻ ആഗ്രഹിക്കുകയാണ്. ആദ്യമേ തന്നെ നമ്മൾ ഈ പറയുന്ന ഈ പ്രശ്നങ്ങളുടെ എല്ലാം തുടക്കം എന്ന് പറയുന്നത് ഈ അനിയന്ത്രിതമായിട്ടുള്ള കുടിയേറ്റം, അതിലൂടെ സംഭവിച്ച വലിയൊരു ജനസംഖ്യ വിസ്ഫോടനം, പിന്നെ അത് സൃഷ്ടിച്ച ഒരു ഇമ്പാക്റ്റ്. അപ്പോൾ ഇതിൻ്റെ തുടക്കം എന്ന് പറയുന്നത് ഈ രണ്ടാം ലോക മഹായുദ്ധത്തിന് ശേഷം നമുക്കറിയാം ബ്രിട്ടനിൽ വലിയ രീതിയിലുള്ള ലേബർ ഷോർട്ടേജസ് ഒക്കെ സംഭവിക്കുന്നു. ഈ 1960 ബ്രിട്ടനിലെ ഈ മുസ്ലിം ജനസംഖ്യ എന്ന് പറയുന്നത് വെറും 1,50,000 ബ്രിട്ടനിലെ മുസ്ലിം ജനസംഖ്യ എന്ന് പറയുന്നത്. പിന്നീട് നമുക്കറിയാം ഈ ബ്രിട്ടൻ ആധിപത്യം സ്ഥാപിച്ചിരുന്ന പല കോളനികൾ, പ്രത്യേകിച്ച് പാകിസ്ഥാൻ, ബംഗ്ലാദേശ് പോലുള്ള രാജ്യങ്ങളിൽ നിന്നും ഒരു ചീപ്പ് ലേബറിൻ്റെ ഫോമിൽ ഇത്തരത്തിലുള്ള ഒരു കുടിയേറ്റം അവിടെ സംഭവിക്കുന്നു. പിന്നീട് 2001 ഈ പറയുന്ന ബ്രിട്ടനിലെ ഒരു മുസ്ലിം ജനസംഖ്യ എന്ന് പറയുന്നത് 1.5 മില്യനായിട്ട് ഉയരുന്നു. അതായത് ടോട്ടൽ ജനസംഖ്യയുടെ 3.1. പിന്നീട് 2011 എത്തുമ്പോൾ 2.7 മില്യനായിട്ട് ആ ജനസംഖ്യ വരുന്നു. ഓർക്കുക, നമ്മൾ ആ ഒരു 10 വർഷത്തെ ഗ്യാപ്പിനുള്ളിലാണ് ഇത് സംഭവിക്കുന്നത്. 2.7 മില്യൺ എന്ന് പറയുമ്പോൾ മൊത്തം ജനസംഖ്യയുടെ ഏകദേശം 5%. പിന്നീട് 2021 44% ഒരു വർധനവ് രേഖപ്പെടുത്തിയത്. ആ 10 വർഷത്തിനുള്ളിൽ ആ ബ്രിട്ടനിലെ ഒരു ഇസ്ലാമിക ജനസംഖ്യ എന്ന് പറയുന്നത്, മുസ്ലിം ജനസംഖ്യ എന്ന് പറയുന്നത് 3.9 മില്യനായിട്ട് ഉയർന്നിരിക്കുന്നു. അതായത് ടോട്ടൽ ജനസംഖ്യയുടെ 6.7. അപ്പോൾ ഓരോ 10 വർഷം കൂടുമ്പോഴും നമ്മൾ ഏകദേശം എടുത്ത് പരിശോധിച്ച് നോക്കുമ്പോൾ ഒരു 2% വർധനവ് ഇവിടെ സംഭവിക്കുന്നുണ്ട്. ഇനി നമ്മൾ ഇതിൻ്റെ ഒരു മറ്റൊരു ആസ്പെക്റ്റ് നമ്മൾ ചർച്ച ചെയ്യേണ്ടത്, ഈ 2011 മുതൽ 2021 വരെയുള്ള കാലഘട്ടത്തിൽ മറ്റ് മതങ്ങളുടെ വളർച്ച അല്ലെങ്കിൽ അവരുടെ ഒരു സ്റ്റാറ്റിസ്റ്റിക്സ് കൂടി ഒന്ന് പരിശോധിക്കേണ്ടിയിരിക്കുന്നു. അവിടെയാണ് ചില ഞെട്ടിക്കുന്ന യാഥാർത്ഥ്യങ്ങൾ നമുക്ക് ലഭിക്കുന്നത്. അതായത് 2011
ബ്രിട്ടനിലെ ക്രിസ്ത്യൻ ജനസംഖ്യ 33.3 മില്യൺ ആയിരുന്നു. അത് 2021 ആയപ്പോഴേക്കും 27.5 മില്യൺ ആയിട്ട് കുറഞ്ഞു. ഏകദേശം നമ്മൾ നോക്കുമ്പോൾ ഏകദേശം 6 മില്യൻ്റെ കുറവ് അവിടെ സംഭവിക്കുന്നു. അതേസമയം മറ്റൊരു കൗതുകരമായിട്ടുള്ളൊരു കാര്യം എന്ന് പറയുന്നത് 2011 നോ റിലീജിയൻ എന്ന് മാർക്ക് ചെയ്ത ജനങ്ങളുടെ ഒരു സംഖ്യ എന്ന് പറയുന്നത് 14.1 മില്യൺ ആയിരുന്നെങ്കിൽ 2021 എത്തിയപ്പോൾ അത് 22.2 മില്യൺ. അപ്പോൾ ഈ 10 വർഷത്തെ കണക്കെടുത്ത് നോക്കുമ്പോൾ ബ്രിട്ടനിലെ ഏറ്റവും ഫാസ്റ്റസ്റ്റ് ഗ്രോയിങ് ഒരു മതമായിട്ട് ഈ ഇസ്ലാം മതം മാറിക്കൊണ്ടിരിക്കുന്നു. ഇനി ഇത് എങ്ങനെ സംഭവിച്ചു എന്ന ഒരു വസ്തുത നാം പരിശോധിച്ച് നോക്കുമ്പോൾ ഈ 2016 നടന്ന ഒരു സർവേ ഉണ്ട്. 2016 നടന്ന ഒരു സർവേയിൽ കൃത്യമായിട്ടും പറയുന്ന ഒരു പോയിന്റ് ഉണ്ട്. അതായത് പോളിസി എക്സ്ചേഞ്ച് റിപ്പോർട്ട് അൺസെറ്റിൽഡ് ബിലോങ്ങിങ് എ സർവേ ഓഫ് ബ്രിട്ടൻസ് മുസ്ലിം കമ്മ്യൂണിറ്റീസ് എന്ന് പറയുന്ന സർവേയിൽ പറയുന്ന ഒരു റിപ്പോർട്ടിൽ പറയുന്ന ഒരു പ്രധാനപ്പെട്ട വസ്തുതയുണ്ട്. UK-യിലെ 53% മുസ്ലിം ജനവിഭാഗവും അവർ ജനിച്ചത് UK-ക്ക് പുറത്താണ്. മുസ്ലിം ജനസംഖ്യയുടെ 93% പേരുടെയും പേരൻസ് എന്ന് പറയുന്നത് ജനിച്ചത് UK-ക്ക് പുറത്താണ്. അപ്പോൾ ഈ ജനസംഖ്യ വർധനവ് കൃത്യമായിട്ടും സംഭവിച്ചത് ഇമിഗ്രേഷനിലൂടെയാണ്, കുടിയേറ്റത്തിലൂടെയാണ് എന്ന കാര്യം ഇവിടെ വ്യക്തമായിരിക്കാം. ഇനി 2-3 പോയിന്റ്സ് കൂടി പറഞ്ഞ അടുത്ത ഘട്ടത്തിലേക്ക് പോകുമെന്ന് എനിക്ക് തോന്നുന്നു. ഇതിലൂടെ സംഭവിച്ചത് എന്താണ്? ചില ഞെട്ടിക്കുന്ന ചില യാഥാർത്ഥ്യങ്ങൾ ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നു. 2015 UK-യിലെ 8% വരുന്ന സ്കൂൾ ഗോയിങ് സ്റ്റുഡൻസ്, കുട്ടികൾ എന്ന് പറയുന്നത് മുസ്ലിം വിഭാഗത്തിൽപ്പെട്ടവരായിരുന്നു. ഇനി ഇതിനുശേഷം ഞാൻ നേരത്തെ സൂചിപ്പിച്ച പാരലായിട്ടുള്ള ചില സംവിധാനങ്ങൾ ബ്രിട്ടനിൽ ഇപ്പോൾ നിലവിൽ ഏകദേശം 80ഓളം ശരിയ കോടതികളുണ്ട്, 80ഓളം ശരിയ കൗൺസിൽസ് ഉണ്ട്. ഇതാണ് ഒരു പാരൽ സംവിധാനം ഇവരെങ്ങനെ രൂപപ്പെടുത്തുന്നു എന്നതിൻ്റെ ക്ലാസിക് എക്സാമ്പിളാണ്. ഇനി യൂറോപ്പിലെ മൊത്തത്തിലുള്ള ഒരു കണക്കെടുത്ത് പരിശോധിച്ച് നോക്കുമ്പോൾ യൂറോപ്പിൽ ഉള്ളതിനേക്കാൾ കൂടുതൽ ഹലാൽ കേന്ദ്രീകൃതമായിട്ടുള്ള ഈ സ്ലോട്ടർ ഹൗസസ് അത് UK-യിലാണുള്ളത്. ഇവിടെയാണ് ഒരു പാരൽ എക്കണോമി നമ്മൾ സംശയിക്കേണ്ടത്, അത്തരത്തിലുള്ള കാര്യങ്ങൾ സംശയിക്കേണ്ടത്. 2014 ബ്രിട്ടനാണ് ഏറ്റവും ആദ്യത്തെ ഒരു നോൺ ഇസ്ലാമിക് രാജ്യമായിട്ട് മാറി. ഈ സോവറിൻ ഷെറിയ ബോണ്ട് ഇഷ്യൂ ചെയ്യുന്ന ആദ്യത്തെ ഒരു നോൺ ഇസ്ലാമിക് രാജ്യമായിട്ട് ബ്രിട്ടൻ മാറുന്ന ഒരു അവസ്ഥ. ഇനി ഈ പൊളിറ്റിക്കലായിട്ട് ഇവർ എങ്ങനെയാണ് ഇവരുടെ അധീശത്വം സ്ഥാപിക്കാൻ ശ്രമിച്ചത് എന്നതിൻ്റെ മറ്റൊരു ഉദാഹരണം ഞാൻ സർവേയിലൂടെ ചൂണ്ടിക്കാണിക്കാൻ ആഗ്രഹിക്കുകയാണ്. അതായത് മുസ്ലിം വോട്ട് എന്ന് പറയുന്ന ഒരു ഓർഗനൈസേഷൻ അവിടുത്തെ 2024 UK-യിലെ പാർലമെന്ററി മണ്ഡലങ്ങളുടെ ഒരു കണക്കെടുത്ത് പരിശോധിച്ചു. അതായത് മുസ്ലിം വോട്ട് അറ്റ്ലീസ്റ്റ് 10% പാർലമെന്ററി കോൺസ്റ്റിറ്റ്യൂൻസിയുടെ ഒരു കണക്കെടുത്ത് നോക്കിയപ്പോൾ 14ഓളം കോൺസ്റ്റിറ്റ്യൂൻസീസിൽ 30%-ലധികം മുസ്ലിം പോപ്പുലേഷൻ ഉണ്ട്. 31ഓളം കോൺസ്റ്റിറ്റ്യൂൻസീസിൽ ഏകദേശം 20%-ലധികം മുസ്ലിം പോപ്പുലേഷൻസ് ഉണ്ട്. ഒപ്പം ഈ പറയുന്ന ബ്രാഡ്ഫോർഡ്, ല്യൂട്ടോൺ, ഒപ്പം ബർമിഹാം എന്നീ സ്ഥലങ്ങളിലൊക്കെ 30%-ലധികം മുസ്ലിം പോപ്പുലേഷൻ അധിവസിക്കുന്ന ഒരു രീതിയിലേക്ക് കാര്യങ്ങൾ പോകുന്നു. പിന്നെ ചില കണക്കുകളുണ്ട്, ഞാൻ അടുത്ത ഘട്ടത്തിലേക്ക് സൂചിപ്പിക്കാം. ഒപ്പം ഞാൻ പറഞ്ഞതുപോലെ ഈ ഹലാലുമായിട്ട് ബന്ധപ്പെട്ട UK-യിലെ പ്രമുഖ മുഖ്യധാര റീറ്റെയിലേഴ്സൊക്കെ ഈ മുസ്ലിം കേന്ദ്രീകൃതമായിട്ടുള്ള ചില വസ്ത്രവിധാനങ്ങൾ, ഹിജാബ് പോലും വിൽക്കുന്ന അവസ്ഥയിലേക്ക് പോകുന്നു. മെയിൻ റെസ്റ്റോറൻറ്റ്സ് ഒക്കെ ഹലാൽ കേന്ദ്രീകൃതമായിട്ടുള്ള ഭക്ഷണം വിതരണം ചെയ്യുന്ന അവസ്ഥയിലേക്കൊക്കെ പോകുന്നു. ചില ഏരിയാസൊക്കെ വൈറ്റ് പീപ്പിളിന് എത്തിപ്പെടാൻ കഴിയാത്ത അങ്ങനെ നോട്ട് ഗോ ഏരിയാസ് ഒക്കെ ആയിട്ട് ആ രീതിയിലേക്കൊക്കെ കാര്യങ്ങൾ പോകുന്നു. ചില ഏരിയസിൽ ശരീഅത്ത് നിയമം നിലനിൽക്കുന്നു. അപ്പോൾ ഇത്തരത്തിലാണ് കാര്യങ്ങളുടെ പോക്ക്. അപ്പോൾ റോബിൻ, ഒരു കാലഘട്ടത്തിൽ നമുക്കറിയാം, ചരിത്രത്തിലേക്ക് നോക്കുമ്പോൾ ബ്രിട്ടനെ പിടിച്ചു നിർത്തിയത് ബ്രിട്ടൻ്റെ ഒരു ക്രൈസ്തവ മൂല്യങ്ങളാണ്. നമ്മളിപ്പോൾ നോക്കുമ്പോൾ ഈ കഴിഞ്ഞ ദിവസം നമ്മൾ ഷെക്കേന തന്നെ പുറത്തുവിട്ട ഒരു റിപ്പോർട്ട് പ്രകാരം 3000 മുതൽ 5000-ഓളം പള്ളികളാണ് കഴിഞ്ഞ ഒരു ദശാബ്ദത്തിനിടെ UK-യിൽ അടച്ചുപൂട്ടപ്പെടേണ്ടതായിട്ട് വന്നത്. ഒരു കണക്കിൽ പറയുന്നത് 5%-ഓളം ക്രിസ്ത്യാനികൾ മാത്രമാണ് ഞായറാഴ്ചകളിലെങ്കിലും പള്ളിയിൽ പോകുന്നത്. അപ്പോൾ നമ്മൾ ഈ കാണുന്ന ഒരു കണക്കുകൾ എന്ന് പറയുന്നത് വളരെയധികം ഞെട്ടിപ്പിക്കുന്നതല്ലേ? അതായത് ഈ കുടിയേറ്റത്തിലൂടെ കൃത്യമായിട്ടുള്ള തങ്ങളുടെ അജണ്ട, അതായത് പൊളിറ്റിക്കലി മാത്രമല്ല എല്ലാ മേഖലകളിലും സ്ഥാപിക്കുക എന്ന ഒരു നിഗൂഢമായിട്ടുള്ള തന്ത്രം ഇപ്പോഴത്തെ UK-യുടെ ഒരു ചിത്രം നമുക്ക് നൽകുന്നില്ലേ? ഒന്ന് നമ്മൾ ഇതിനെക്കുറിച്ച് പറയുമ്പോൾ നമ്മൾ ഈ കുടിയേറ്റക്കാർക്ക് എങ്ങനെ സാഹചര്യം ഉണ്ടായി എന്നുള്ളത് നമ്മൾ ആദ്യം വിലയിരുത്തണം. കാരണം എന്താ വെച്ചാൽ നമുക്ക് 100% കുടിയേറ്റക്കാരെ ഇതിൽ കുറ്റപ്പെടുത്താൻ കഴിയില്ല. ഒന്ന്, ബ്രിട്ടൻ എങ്ങനെ ഈ സാഹചര്യത്തിലേക്ക് എത്തിച്ചേർന്നു എന്നുള്ളതൊരു പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. ഇപ്പം നമുക്ക് നോക്കുകയാണെങ്കിൽ ഇപ്പോൾ ഈ റോമാ സാമ്രാജ്യത്തിൻ്റെ ഭാഗമായിരുന്ന ഈ ഏരിയയെല്ലാം റോമാ സാമ്രാജ്യത്തിൻ്റെ ഭാഗമായിരുന്നു. അന്ന് ഏറ്റവും രസകരമായ ഒരു വസ്തുത എന്ന് പറയുന്നത് പിന്നീട് ഈ ജർമാനിക് ട്രൈബ്സ് അടക്കമുള്ള ട്രൈബുകൾ റോമാ സാമ്രാജ്യത്തെ അവിടെ കീഴടക്കി അവരുടേതായ ഒരു സാമ്രാജ്യം അവിടെ സ്ഥാപിക്കുന്നു. റോമിൻ്റെ എല്ലാ സംസ്കാരത്തെയും അവർ ഇടിച്ചു നിരത്തിയിട്ട്, അതാണ് അതിൻ്റെ ഉള്ളിൽ ഏറ്റവും രസം. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ അവരത് മുഴുവൻ ഇടിച്ചു നിരത്തി, പുരോഗമിച്ച സംസ്കാരത്തെ മുഴുവൻ ഇടിച്ചു നിരത്തിയിട്ടാണ് അവരുടെ സംസ്കാരം കൊണ്ടുവരുന്നത്. വെച്ചാൽ
അതുപോലെ ബാർബേറിക് ആയിട്ടുള്ള ഒരു ജനതയായിരുന്നു അവർ. അപ്പോൾ അതിൻ്റെ ഉള്ളിൽ ഏറ്റവും രസകരമായ അവസ്ഥ, ഇവരെ ക്രിസ്ത്യൻ മിഷണറിമാർ ഇവരെല്ലാം കൺവേർട്ട് ചെയ്ത്, ഓരോ ട്രൈബുകളെയും കൺവേർട്ട് ചെയ്ത് ചേർക്കുകയാണ് ഉണ്ടായത്. അല്ലാതെ ഈ ഒരു റോമാ സാമ്രാജ്യത്തിൻ്റെ ഇൻഹെറിറ്റൻസുമായിട്ട് ജനിച്ച ആളുകളല്ല ഇവരൊന്നും. അപ്പോൾ ഈ ജർമാനിക് ട്രൈബ്സ്, ഈ ബാർബേറിയൻ ട്രൈബ്സിനെ ക്രിസ്ത്യാനിറ്റി കൺവേർട്ട് ചെയ്ത് കൊണ്ടുവന്നപ്പോൾ ഇവർക്ക് ഈ ഏറ്റവും പ്രശ്നം പിടിച്ച സംഗതി എന്ന് വെച്ചാൽ ഈ ജർമാനിക് ട്രൈബ്സിൽ തന്നെ അവർക്ക് ക്രിസ്ത്യാനിറ്റിയോട് അവർ വളരെ താമസിച്ചാണ്, അതിൻ്റെ ഉള്ളിൽ എനിക്കൊന്ന് ഓൾഡ് സാക്സൺ കമ്മ്യൂണിറ്റി എങ്ങാണ്ടാണ്, വളരെ താമസിച്ചാണ് ഇവർ ക്രിസ്ത്യാനിറ്റിയോട് കൺവേർട്ട് ആകുന്നത്. അതിൻ്റെ അവരുടെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നം എന്ന് പറയുന്നത് ഈ കൊല്ലരുത് എന്ന് പറയുന്ന ആ നിയമത്തോട് ഇവർക്ക് അഡ്ജസ്റ്റ് ചെയ്യാൻ കഴിയുന്നുണ്ടായിരുന്നു. കാരണം അവർ മൈറ്റ് ഈസ് റൈറ്റ് എന്നുള്ള ഒരു കൺസെപ്റ്റായിരുന്നു. ശക്തിയുള്ളവൻ കൊല്ലും, പിടിച്ചടക്കും, ആ ഒരു രീതിയായിരുന്നു. അപ്പോൾ ക്രിസ്ത്യാനിറ്റിയുടെ കൊല്ലരുത് എന്നുള്ള കാഴ്ചപ്പാടിനോട് അവർക്ക് എങ്ങനെ അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റാതെ അങ്ങനെ കുറേ കാലം കഴിഞ്ഞ് കുറേ കഷ്ടപ്പെട്ടാണ് ക്രിസ്ത്യൻ മിഷണറിമാർ ഇവരെ ഈ ക്രിസ്ത്യാനിറ്റിയിലേക്ക് കൊണ്ടുവരുന്നത്. അങ്ങനെയാണ് ഈ യൂറോപ്പ് ക്രിസ്ത്യാനിറ്റിയിലേക്ക് കംപ്ലീറ്റ് ആയിട്ട് മാറുന്നത്. അപ്പോൾ ആലോചിച്ച് നോക്കണം, ക്രിസ്ത്യാനികളുടെ ഈ ഒരു കൾച്ചർ ഇവരിലേക്ക് വന്നത് അത്ര കഷ്ടപ്പെട്ടാണ് മിഷണറിമാർ കൊണ്ടത്. അല്ലാതെ ഈ വലിയ നമ്മൾ പുകൾപ്പെട്ട റോമാ സാമ്രാജ്യത്തിൻ്റെ കൾച്ചറുമായിട്ടല്ല വന്നത്, ഇവർ ബാർബേറിക് കൾച്ചറുമായിട്ടാണ് ഇവർ വന്നത്. അവരെ ഈ കോലത്തിലാക്കിയത് ക്രിസ്ത്യൻ മിഷണറിമാരാണ് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട അവസ്ഥ. എന്ന് വെച്ചാൽ ഈ അടുത്ത കാലത്ത് ബ്രിട്ടനിലെ റിച്ചാർഡ് ഡോക്കിൻസ്, ഏറ്റവും പ്രശസ്തനായ നിരീശ്വരവാദി, അദ്ദേഹം പറയുന്ന സാഹചര്യമുണ്ട്, എനിക്ക് ക്രിസ്ത്യൻ കൾച്ചറിൽ ജീവിക്കാനാണ് താല്പര്യപ്പെടുന്നതെന്ന്. ഈ ക്രിസ്ത്യൻ കൾച്ചറിനെ ഈ രീതിയിലേക്ക് ആക്കി, ഈ ബാർബേറിക് ആയിട്ടുള്ള മനുഷ്യരെ, ഇവരുടെ പൂർവികരെ ഈ കോലത്തിലേക്ക് ആക്കി എത്തിച്ചത് ക്രിസ്ത്യൻ മിഷണറിമാരായിരുന്നു. ആ കൾച്ചറിലൂടെയാണ് ഇവർ വളർന്നു വന്നത്. ആ കൾച്ചറിലൂടെയാണ് ഇവർക്ക് എല്ലാ പ്രോസ്പിരിറ്റിയും ഉണ്ടായത്. ഒരു ലോകം കീഴടക്കിയ മനുഷ്യരായത് ആ കൾച്ചറിലൂടെ തന്നെയാണ്. ഈ ക്രിസ്ത്യാനിറ്റിയുടെ തകർച്ച എന്ന് തുടങ്ങിയോ അന്ന് ഈ ക്രിസ്ത്യൻ കൾച്ചറിൻ്റെ, ഈ ക്രിസ്ത്യൻ വാല്യൂസിൻ്റെ എല്ലാം ഡീഗ്രഡേഷൻ അവിടെ തുടങ്ങി. പിന്നീട് ഇവരുടെ ഈ സെക്യുലറിസ്റ്റ് കാഴ്ചപ്പാട്, ആ കാഴ്ചപ്പാടിലേക്ക് വന്നു. പിന്നീട് ഈ ഒരു രീതിയിൽ പറഞ്ഞു കഴിഞ്ഞാൽ ഈ വേസ്റ്റ് ലാൻഡ് എന്നൊക്കെ പറയുന്ന ആ കവിത പോലെ ആ ഒരു രീതിയിലേക്ക് മതത്തിന്, ഈ ക്രിസ്ത്യാനിറ്റിയെ മൊത്തത്തിൽ ഇല്ലാതാക്കിക്കൊണ്ടൊരു സെക്യുലർ കൾച്ചറിലേക്ക് ഇവർ മാറുന്ന സാഹചര്യമുണ്ട്. എന്ന് വെച്ചാൽ ഓർക്കുക, ഈ കഴിഞ്ഞ 2011 ഈ സെൻസസിൽ എനിക്ക് തോന്നുന്ന മതത്തിൻ്റെ 53% മതം ഉണ്ട് എന്ന് അവകാശപ്പെട്ടത്. അത് തിരിച്ച് ഈ 2021 എത്തിയപ്പോൾ ഏകദേശം 47% അങ്ങനെ കുറഞ്ഞു എന്ന് പറയുന്നു. പക്ഷേ യാഥാർത്ഥ്യം എന്ന് പറയുന്നത് ബ്രിട്ടൻ, ഫ്രാൻസ്, ജർമ്മനി അടക്കമുള്ള രാജ്യങ്ങളിൽ പ്രാക്ടീസിങ് കാത്തലിക്സ് ബിലോ 5 ആണ് എന്നുള്ളതാണ്. അത് ഒരുപാട് കാലമായിട്ട് അതാണ്. എന്ന് വെച്ചാൽ ഈ വേസ്റ്റ് ലാൻഡ് എന്നൊക്കെയുള്ള കവിത ഈ ലോകമഹായുദ്ധമൊക്കെ കഴിഞ്ഞ് എഴുതുന്ന ആ കാലഘട്ടത്തിൽ എങ്ങനെയാണോ യുദ്ധം കൊണ്ട് ഈ തകർന്ന് ഈ രാജ്യങ്ങൾ കിടന്നത്, അതുപോലെ മതത്തിൻ്റെ കാര്യത്തിലും തകർച്ചയെ നേരിടുന്ന ഒരു അവസ്ഥ ഈ രാജ്യങ്ങൾക്കുണ്ടായി. അങ്ങനെ മതം സമ്പൂർണ്ണമായി ഇല്ലാതിരുന്ന ഒരു സമയത്തേക്കാണ് ഈ ഇമിഗ്രൻസ് കടന്നു വരുന്നത് എന്നുള്ള ആ ഒരു കാര്യം നമ്മൾ മനസ്സിലാക്കേണ്ടത് ഏറ്റവും അടിസ്ഥാനപരം. കാരണം എന്താ വെച്ചാൽ ഇവർ കടന്നു വരുമ്പോൾ ക്രിസ്ത്യാനിറ്റി ഇവിടെ ഇല്ല. ഇത് കഴിഞ്ഞ ഇവരിവിടെ വന്നേച്ചിട്ട് ആധിപത്യം സ്ഥാപിക്കുമ്പോഴാണ്, ഇപ്പോഴാണ് ഈ അവിടെയുള്ള മനുഷ്യർ തിരിഞ്ഞു നോക്കുന്നത് ഞങ്ങൾ എന്താണ് എന്നുള്ള ഒരു ആലോചന ഇപ്പോഴാണ് അവർക്കുണ്ടാകുന്നത്. ഇപ്പോഴായിട്ട് ആ ഉണ്ടാകുന്ന സമയത്താണ് ഇവർ പറയുന്നത് ഞങ്ങൾ ക്രിസ്ത്യൻ കൾച്ചറിൽ ജീവിക്കാൻ ആഗ്രഹിക്കുന്നത്, ഞങ്ങളുടേത് ക്രിസ്ത്യൻ കൾച്ചറാണ് എന്നൊക്കെ പറയുന്നത്. പക്ഷേ ക്രിസ്ത്യൻ സംസ്കാരവും ആ ക്രിസ്ത്യാനിറ്റിയും അതുപോലെ തന്നെ ക്രിസ്തുവും ഒരുപാട് കാലങ്ങൾക്ക് മുന്നേ ഇവരുടെ കയ്യിൽ നിന്ന് കൈമോശം വന്നു എന്നുള്ളതാണ് ഏറ്റവും വലിയ യാഥാർത്ഥ്യം എന്ന് പറയുന്നത്. അപ്പോൾ ഇമിഗ്രൻസ് വന്നേച്ച് ഇവിടെ കീഴടക്കുന്നു എന്ന് പറയുമ്പോൾ ഈ വരുന്ന ഇസ്ലാമിനെ കൗണ്ടർ ചെയ്യാൻ ഇവരുടെ കയ്യിൽ ഒന്നുമില്ല എന്നുള്ളതാണ്. അങ്ങനെ ഒന്നുമില്ല എന്നുള്ള തിരിച്ചറിവിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇവർ സ്വയം അസ്തിത്വത്തിലേക്ക് തിരിഞ്ഞു നോക്കാൻ ശ്രമിക്കുന്നത്. അന്നേരമാണ് അവർ പറയുന്നത് ഞങ്ങളുടേത് ക്രിസ്ത്യൻ സംസ്കാരമായിരുന്നു, ഞങ്ങൾ ക്രിസ്ത്യൻ രാജ്യമായിരുന്നു എന്നൊക്കെ പറയുമ്പം ഇവരുടെ കയ്യിൽ നിന്നും ഈ ക്രിസ്തുവും ക്രിസ്ത്യൻ കൺസെപ്റ്റും ഒരുപാട് കാലങ്ങൾക്ക് മുൻപേ ഇല്ലാതായി പോയി കഴിഞ്ഞു. അവിടെ ഇസ്ലാം കയറി ആധിപത്യം സ്ഥാപിച്ചു എന്നുള്ളതാണ്. ഇവിടെ മറ്റൊരു വശത്തുകൂടെയും കൂടി ഇത് നമ്മൾ മനസ്സിലാക്കണം. എന്ന് വെച്ചാൽ ഈ മിഡിൽ ഈസ്റ്റിൽ നമ്മൾ പറയുന്നു ക്രിസ്ത്യാനിറ്റി ആയിരുന്നു ഉണ്ടായിരുന്നതെന്ന്. അവിടെ ഈസ്റ്റേൺ റോമിൻ്റെ സമാധാനപരമായ ഒരു അന്തരീക്ഷത്തിൽ അവിടെ ഒരുപാട് ചിന്തകന്മാരുണ്ടായി. അവിടെ എനിക്ക് തോന്നുന്നത് ആ കാലഘട്ടത്തിൽ, ഇപ്പോൾ ഈ ക്രിസ്തുവിൻ്റെ ആ വരവിൻ്റെ കാലഘട്ടം, ആ സമയത്തൊക്കെ ഫിലോസഫേഴ്സ് എന്ന് പറയുമ്പം മനുഷ്യൻ്റെ ഓരോ ഭാവങ്ങളെയും ഓരോ വികാരങ്ങളെയും ഇഴകീറി പരിശോധിച്ച ഒരു കാലഘട്ടം. എന്ന് വെച്ചാൽ അതുപോലെ ഫിലോസോഫിക്കായിട്ട് ഉയർന്ന ഒരു കാലഘട്ടം പിന്നീട് ലോകത്ത് ഇന്നേ വരെ ഉണ്ടായിട്ടില്ല. അതുപോലെ ഒരു കാലഘട്ടമായിരുന്നു ഈ റോമാ സാമ്രാജ്യത്തിൻ്റെ കാലഘട്ടം. ആ സമാധാനത്തിൻ്റെ കാലഘട്ടത്തിൽ
ഇതുപോലെ തന്നെ ഇപ്പോൾ രണ്ടാം ലോക മഹായുദ്ധം കഴിഞ്ഞ് ഈ ബ്രിട്ടനും ഈ യൂറോപ്യൻ പ്രദേശങ്ങളും അനുഭവിച്ച ആ സമാധാനത്തിൻ്റെ കാലഘട്ടത്താണ് ഇതുപോലുള്ള ഈ ഇസംസും പല രീതിയിലുള്ള ഇസംസും കാര്യങ്ങളും എല്ലാം സെക്യുലറിസം എല്ലാം പൊന്തി വരുന്നത്, മതത്തെ ഇല്ലാതാക്കുന്ന സാഹചര്യം ഉണ്ടായിരുന്നു. അതേ സാഹചര്യം ഈ മിഡിൽ ഈസ്റ്റിൽ നിന്ന് ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. അവിടേക്കാണ് അങ്ങനെ സമാധാനപരമായി നിൽക്കുന്ന ഈ മിഡിൽ ഈസ്റ്റിലേക്കാണ് ഇസ്ലാമിക ഭരണാധികാരികൾ കടന്നു വരികയും അവിടെ ഇവർ ആധിപത്യം സ്ഥാപിക്കുകയും ചെയ്യുന്നത്. അതേ അവസ്ഥ തന്നെയായിരുന്നു യൂറോപ്പിലും ഉള്ളത്. യൂറോപ്പിൽ അതേ അവസ്ഥയിലേക്ക് ഇസ്ലാമിക കുടിയേറ്റക്കാർ കടന്നു വരുന്നു. അവിടെ അവർ ഇസ്ലാമിയെ സ്ഥാപിച്ചെടുക്കുന്നു. കാരണം അവിടെ സ്ഥാപിച്ചെടുക്കുമ്പോൾ അവരെ കൗണ്ടർ ചെയ്യാൻ മറ്റൊരു മതമില്ല. അതാണ് അതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട. ഇനി മറ്റൊരു വസ്തുത എന്ന് പറയുന്നത്, ഈ കാലഘട്ടത്തിൽ ഇപ്പോൾ നമ്മൾ പറഞ്ഞു ഇപ്പോൾ 47%, 2029 സെൻസസിൽ 47% മതത്തെക്കുറിച്ച് പറയുന്നുണ്ട്. എന്നാൽ ഏറ്റവും രൂക്ഷമായ വസ്തുത എന്ന് പറയുന്നത്, ഈ 20 വയസ്സിന് താഴെയുള്ള ആളുകളുടെ സെൻസസ് എടുക്കുമ്പോൾ അവിടെ മതം ഇല്ല എന്ന് വെച്ചാൽ വൈറ്റ്സിൻ്റെ ഇടയിൽ മതം ഇല്ല എന്ന് പറയുന്ന ആളുകളാണ് ഭൂരിപക്ഷം. അവർക്കാണ് ഭൂരിപക്ഷം എന്നുള്ളത്. ബാക്കിയുള്ളത് ഏതാണ്ട് എനിക്ക് തോന്നുന്നു 35%-നും താഴെയാണ് അറ്റ്ലീസ്റ്റ് മതത്തെക്കുറിച്ച് സംസാരിക്കുന്നവരുള്ളത്. എന്നാൽ ഈ മൈഗ്രേറ്റ് ചെയ്ത് വന്ന ആളുകൾ 100% മതമുള്ളവരാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ അവരുടെ ഇപ്പോൾ ആ അവസ്ഥയാണ് ഇപ്പോഴത്തെ ബ്രിട്ടൻ്റെ അവസ്ഥ എന്ന് പറയുന്നത്. എന്ന് വെച്ചാൽ ബ്രിട്ടനെ വൈറ്റ്സിൻ്റെ ഉള്ളിൽ അവർക്ക് മതമില്ല, പള്ളിപ്പോക്കില്ല, ഒന്നുമില്ല, അതുകൊണ്ട് പള്ളികളില്ല, ഒന്നുമില്ലാതാകും. പക്ഷേ ഈ കടന്നു വന്ന ആളുകൾക്ക് മുഴുവൻ മതമുണ്ട്. അതുകൊണ്ട് 1800-ന് മുകളിലാണ് മോസ്കുകൾ ഇവിടെ ഉള്ളത്. ഇപ്പോൾ പറഞ്ഞതുപോലെ 80-ന് മുകളിൽ ശരിയ കോടതികളുണ്ട്, 50-ന് മുകളിൽ ശരിയ കൗൺസിലുകളുണ്ട്. എന്ന് വെച്ചാൽ ആ അവസ്ഥ ഉണ്ടാകുന്നത് മറ്റവർക്ക് മതമില്ല, ഇവർക്ക് മതമുണ്ട്. അപ്പോൾ മതത്തിൻ്റെ അടിസ്ഥാനത്തിലുള്ള അവരുടെ ഏത് മതത്തിനാണോ അവിടെ പ്രാക്ടീസിങ് ചെയ്യുന്ന ആളുകൾ കൂടുതലുള്ളത്, ആ മതം അവിടെ പ്രോസ്പർ ചെയ്യുന്നു. ഈ അടുത്ത ദിവസം ഉണ്ടായത് അവിടെ ഈ വിൻസൻ കാസിലിൽ അവിടെ ഇഫ്താർ വിരുന്ന് സംഘടിപ്പിക്കുന്ന സാഹചര്യമാണ്. എന്ന് വെച്ചാൽ 1000 വർഷത്തിൽ ആദ്യമായിട്ടാണ് അവിടെ ഇഫ്താർ വിരുന്ന് സംഘടിപ്പിക്കുന്ന സാഹചര്യം ഉണ്ടായപ്പോൾ. എന്ന് വെച്ചാൽ അവിടുത്തെ ഈ റോയൽ, അവിടുത്തെ ക്യൂനാണെങ്കിലും അല്ലെ കിങ് ആണെങ്കിലും അവരാണ് പ്രൊട്ടക്ടർ ഓഫ് ദ ചർച്ച്. പുള്ളി പറഞ്ഞത് എന്ന് വെച്ചാൽ പ്രൊട്ടക്ടർ ഓഫ് ദ റിലീജിയൻസ് എന്ന് വെച്ചാൽ പ്ലൂറലാണ് പുള്ളി ഉപയോഗിച്ചത്. അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ചർച്ചയായ ഒരു സംഗതിയാണ്. എന്ന് വെച്ചാൽ പ്രൊട്ടക്ടർ ഓഫ് റിലീജിയൻ എന്നല്ല, റിലീജിയൻസ് എന്ന് പുള്ളി പറഞ്ഞു. അത് വളരെയധികം ചർച്ചയായി. കാരണം എന്ന് വെച്ചാൽ ഇസ്ലാമിനെയും പ്രൊമോട്ട് ചെയ്യുന്ന ഒരു രീതിയിലേക്ക്, എന്ന് വെച്ചാൽ ഹെഡ് ഓഫ് ദ നേഷൻ മാറുന്ന സാഹചര്യം. അതുകൂടാതെ തന്നെ ഈ കീർ സ്റ്റാർമർ പ്രധാനമന്ത്രി ഹൗസ് ഓഫ് കോമൺസിൽ ആദ്യമായിട്ട് ഇഫ്താർ വിരുന്ന് സംഘടിപ്പിക്കുകയും അതിനുള്ളിൽ പുള്ളി പറഞ്ഞൊരു കാര്യമാണ് ഏറ്റവും പ്രധാനപ്പെട്ടത്. എന്ന് വെച്ചാൽ വിദ്യാഭ്യാസ മേഖലയിലേക്ക് അടക്കം അവിടെയാണ് നമ്മൾ എനിക്ക് തോന്നുന്നത് ചർച്ചയുടെ ഏറ്റവും പ്രധാനപ്പെട്ട സാഹചര്യം നിൽക്കുന്നത്. അതിന് ഇസ്ലാം കൊടുത്ത ഈ കോൺട്രിബ്യൂഷൻസ് വളരെ ശക്തമാണ് എന്ന് പറഞ്ഞു. എന്ന് വെച്ചാൽ ഓർക്കണം, അമേരിക്കയുടെ വൈസ് പ്രസിഡന്റ് JD വാൻസ് വന്ന് പ്രസംഗിച്ചതാണ്. ബ്രിട്ടനിൽ ഒരു ക്രിസ്ത്യാനി പരസ്യമായി നിന്ന് പ്രാർത്ഥിച്ചതിന് അവനെ ജയിലിൽ അടച്ച് ആ സംസ്കാരവുമായിട്ട് നമ്മൾ തമ്മിൽ ഈ സംസ്കാരങ്ങൾ, ഈ ക്രിസ്ത്യൻ സംസ്കാരമാണ് നമ്മളെ ചേർത്ത് നിൽക്കുന്നത്, നിങ്ങൾ അതിൽ നിന്ന് മാറി ചിന്തിച്ചാൽ അമേരിക്കയ്ക്ക് ഒരുപക്ഷെ അതിലേക്ക് ചേർന്ന് നിൽക്കാൻ കഴിയില്ല, ഇതാണ് നമ്മളെ അടുപ്പിക്കുന്നതെല്ലാം പ്രസംഗിച്ചിട്ട് പോയ അതേ രാജ്യത്താണ് ഇതുപോലുള്ള കാര്യങ്ങളാണ് സംഭവിക്കുന്നത്, ഇതുപോലുള്ള സംഗതികൾ പ്രൊമോട്ട് ചെയ്യുന്നത്. കാരണം ഈ മനുഷ്യർക്ക് മതമില്ല. പിന്നെ ഉള്ളത് അവിടെ ആകെ ഇവർക്കറിയാവുന്ന മതം ഇസ്ലാമാണ്. അതിനെ അവർ പ്രൊമോട്ട് ചെയ്യുന്നു. ക്രിസ്ത്യാനിറ്റിയെ ഓർക്കുക, ക്രിസ്ത്യാനിറ്റിയെ ഇത്രയും നാളും അവർ വിളിച്ചത് ഈവിൾ എന്നായിരുന്നു. ഇതേ ഭാഷയാണ് ഇവരെല്ലാം ഉപയോഗിച്ചത് ക്രിസ്ത്യാനിറ്റിയെക്കുറിച്ച്, ക്രിസ്ത്യാനിറ്റി എന്ന് പറയുമ്പോൾ. അതേ ഭാഷ ഉപയോഗിച്ച ആളുകളാണ് നിവൃത്തിയില്ലാതെ പറഞ്ഞത് ക്രിസ്ത്യൻ സംസ്കാരത്തിൽ ജീവിക്കാനാണ് ഞങ്ങൾ ആഗ്രഹിക്കുന്നത് എന്ന് വെച്ചാൽ ബ്രിട്ടൻ്റെ അവസ്ഥ എന്ന് പറയുന്നത് മറ്റൊരു തലത്തിലും കൂടെ ബ്രിട്ടൻ്റെ അവസ്ഥയെക്കുറിച്ച് ഒരു ചെറിയ കാര്യം കൂടെ പറയണമെന്നുണ്ട്. എന്ന് വെച്ചാൽ ഒരു കാലത്ത് അബോർഷനെ പ്രോത്സാഹിപ്പിച്ചിരുന്ന, അബോർഷനെ കത്തോലിക്ക സഭ ഒരുപാട് പ്രാവശ്യം ഇവരെ വാൺ ചെയ്തതാണ്. അബോർഷനെ പല രീതിക്ക് എന്ന് വെച്ചാൽ അതിനുവേണ്ടി ഒരുപാട് ആരോപണങ്ങൾ കത്തോലിക്ക സഭ നേരിട്ടതാണ് അബോർഷനെതിരെ നിൽക്കുന്നതിന്. ഇന്ന് അതേ അബോർഷൻ നടത്തിയ രാജ്യങ്ങൾ നശിച്ച് അവരുടെ വർഗം തന്നെ നശിച്ച് ഇല്ലാതായിക്കൊണ്ടിരിക്കുകയാണ്. ആ സ്ഥലത്തേക്ക് ആണ് ഈ മനുഷ്യർ കടന്നു വരുന്നത്. ഈ മനുഷ്യർ കടന്നു വരുമ്പോൾ അവർക്ക് ആധിപത്യം സ്ഥാപിക്കാൻ ഒരുപാട് ഏരിയകൾ വിശാലമായി കിടക്കുകയാണ്. അവരെ സപ്പോർട്ട് ചെയ്യാതെ ഇവർക്ക് നിവൃത്തിയില്ലാത്ത അവസ്ഥയാണ്. എനിക്ക് തോന്നുന്നു ആ അവസ്ഥയിൽ തന്നെയാണ് നമ്മൾ ഇതിനെ കാണേണ്ടത്. തീർച്ചയായും യൂറോപ്പിൻ്റെ പല സ്ഥലങ്ങളും ഇതുപോലെ മൈഗ്രേറ്റ് ചെയ്ത് വരുന്ന ആളുകൾക്ക് മുന്നിൽ വിശാലമായ വാതിലുകൾ തുറന്നിട്ട് കൊടുക്കുകയാണ്. കാരണം അവരുടെ ജനസംഖ്യ ഇല്ല, അവർക്ക് യുദ്ധം ചെയ്യണമെങ്കിൽ ജനസംഖ്യ ഇല്ല, അവർ നാണം കെട്ടുകൊണ്ട്. ബ്രിട്ടനൊക്കെ ഇന്ന് ഉക്രൈനിൽ സൈന്യത്തെ അവിടെ വിന്യസിക്കുമെന്ന് പറയുന്നു. ആര് പോകും? ബ്രിട്ടൻ്റെ ആര് പോകും? എന്ത് സൈന്യം പോകും അവിടെ എന്നുള്ളതാണ് ചോദ്യം. ആരും പോകാൻ തയ്യാറല്ല. കാരണം എന്താ വെച്ചാൽ അവരെല്ലാം
അവരെ പോകാൻ ആളില്ല. അവരുടെ ജനങ്ങൾ തന്നെ, മക്കളുടെ ജനസംഖ്യ നമ്മൾ പറഞ്ഞു 1.5%, എന്ന് വെച്ചാൽ നശിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ജനസംഖ്യയുടെ പെർസെൻറ്റേജ് ആണത്. നശിച്ചുകൊണ്ടിരിക്കുന്നത്. അതിനകത്ത് മറ്റൊരു കാര്യമുണ്ട് റോബിൻ, അതായത് ഈ കീർ സ്റ്റാർമറിന് യുക്രൈനിലെ കാര്യം നോക്കാൻ സമയമുണ്ട്, അമേരിക്കയുടെ മെക്കിട്ട് കയറാൻ സമയമുണ്ട്, പക്ഷേ സ്വന്തം കാൽച്ചോട്ടിലെ മണ്ണ് ഒലിച്ചു പോയിക്കൊണ്ടിരിക്കുക, അത് നോക്കാൻ സമയമില്ല. ആ രീതിയിൽ വളരെ വലിയൊരു വിമർശനം അദ്ദേഹത്തിന് നേരെ ഉയരുന്നുണ്ട്. പക്ഷേ ഇവിടെ നടക്കുന്ന നിശബ്ദമായിട്ടുള്ള അല്ലെങ്കിൽ കൃത്യമായിട്ടും പ്ലാൻഡ് ആയിട്ട് നടക്കുന്ന ഈ ഒരു അധിനിവേശം, അതിനെതിരെ ഒന്നും മിണ്ടാൻ അദ്ദേഹത്തിന് സാധിക്കുന്നില്ല. ഇല്ല, അത് അങ്ങനെയുള്ള ഭീകരമായ അവസ്ഥയിലൂടെ. കാരണം വെച്ചാൽ ബ്രിട്ടനെ സംബന്ധിച്ച് ഇനി മുന്നിൽ ഉള്ളത് ഒരുപക്ഷെ അതാണ്. അമേരിക്ക പലപ്പോഴും ഇപ്പോൾ ചുവട് മാറാൻ തുടങ്ങുന്ന അതാണ്, ഒരു ഇസ്ലാമൈസേഷൻ്റെ ഒരു രീതിയിലേക്ക് പോകുന്നത്. വെച്ചാൽ 2030 ഇപ്പോൾ നമ്മൾ അതിൻ്റെ പെർസെൻറ്റേജ് പറഞ്ഞ 6.something%, 2030 ആകുമ്പോഴത്തേന് 8.something% എത്തുമെന്നാണ് അത് പ്രെഡിക്റ്റ് ചെയ്തത്. 2050 17% എത്തുമെന്നാണ് പ്യൂ റിസർച്ച് ഫൗണ്ടേഷൻ പറയുന്നത്. 17%. ഇപ്പോഴും പല സിറ്റികളും മേയർമാർ ഇസ്ലാം വിഭാഗത്തിൽപ്പെട്ട ആളുകളാണ് എന്നുള്ളൊരു വസ്തു കൂടി നിലനിൽക്കുന്നുണ്ട് പല സിറ്റികളും. അത് വളരെ കറക്റ്റാണ്. നേരത്തെ റോബിൻ സൂചിപ്പിച്ച ഈ ഒരു എഡ്യൂക്കേഷനുമായിട്ട് ബന്ധപ്പെട്ട് പറഞ്ഞപ്പോൾ ഒരു പോയിന്റ് കൂടി പറയാൻ ആഗ്രഹിക്കുകയാണ്. ഇത്തരത്തിലുള്ള ഒരു അനധികൃതമായിട്ടുള്ള അല്ലെങ്കിൽ കുടിയേറ്റത്തിൻ്റെ ഒരു വർധനവ് മൂലം പലപ്പോഴും പല എക്സാം ബോർഡ്സിനും അവരുടെ എക്സാം റീഷെഡ്യൂൾ ചെയ്യേണ്ട ഒരു അവസ്ഥ വരുന്നതായിട്ട് ചില റിപ്പോർട്ടുകൾ പറയുന്നത്. അത് റംസാനുമായിട്ട് ക്ലാഷ് ആവാതിരിക്കാൻ എക്സാംസ് ഒക്കെ റീഷെഡ്യൂൾ ചെയ്യേണ്ട ഒരു അവസ്ഥ, ഇസ്ലാമിക ആചാരങ്ങളുമായി ബന്ധപ്പെട്ട ദിവസങ്ങളൊരു ഒഫീഷ്യൽ പബ്ലിക് ഹോളിഡേയ്സ് ആയിട്ട് ഡിക്ലെയർ ചെയ്യപ്പെടേണ്ട ഒരു അവസ്ഥയിലേക്ക് പോകുന്നു. ലണ്ടനിൽ തന്നെ ഒരു ഇസ്ലാമിക് ഷോപ്പിംഗ് ഫെസ്റ്റിവലൊക്കെ അവിടെ കണ്ടക്ട് ചെയ്യപ്പെട്ടതായിട്ട് പറയുന്നു. 3.5 ലക്ഷത്തോളം പേർ പങ്കെടുക്കുന്ന ഒരു ഈദ് ഫെസ്റ്റിവൽ ലണ്ടനിൽ നടന്നതായിട്ടും അത്തരത്തിലുള്ള റിപ്പോർട്ടുകൾ പറയുന്നു. അപ്പോൾ അരുൺ, നമുക്കിവിടെ ചിന്തിക്കുമ്പോൾ എല്ലാ കാലഘട്ടത്തിലും പല രാജ്യങ്ങളിൽ നിന്നും പലയിടങ്ങളിലേക്കും കുടിയേറ്റം സംഭവിച്ചിട്ടുണ്ട്. ഇപ്പോൾ ഉദാഹരണം ഗൾഫ് രാജ്യങ്ങളിലേക്ക് പല മതത്തിൽപ്പെട്ടവർ കുടിയേറുന്നുണ്ട്. പക്ഷേ ആ രാജ്യങ്ങളിലെ സംസ്കാരവുമായിട്ട് അനുരൂപപ്പെട്ടാണ് അവർ ജീവിക്കുന്നത്. പക്ഷേ ഇവിടെ നമ്മൾ വിമർശന വിധേയമാക്കേണ്ടത്, നമ്മളെ ആശങ്കപ്പെടുത്തേണ്ടത്, അതായത് ഇവിടേക്ക് വരുന്ന ഒരു കുടിയേറ്റം അതിൻ്റെ മറവിലൊരു അധിനിവേശം സ്ഥാപിക്കുന്നത്. അതായത് നമ്മൾ ഈ മൾട്ടി കൾച്ചറലിസം യൂറോപ്പിൽ ഉണ്ട് എന്ന് അവകാശപ്പെടുമ്പോൾ പോലും ഇപ്പോൾ യൂറോപ്പിൽ നടക്കുന്ന ഒരു മോണോ കൾച്ചറലിസം മാത്രമാണ്. അതായത് ചിലരുടെ കൾച്ചർ മാത്രമാണ് ഒരു പ്രാമുഖ്യം ലഭിക്കുന്നത്, ഒരു അധിനിവേശ സ്വഭാവത്തോടെ അവിടെ ഇങ്ങനെ വളർന്നുകൊണ്ടിരിക്കുന്നത്. അതല്ലേ തീർച്ചയായിട്ടും നമ്മളെ ആശങ്കപ്പെടുത്തേണ്ടത്. ഞാൻ ഒരു കാര്യം കൂടി ഒന്ന് സൂചിപ്പിക്കാൻ ആഗ്രഹിക്കുകയാണ്. ഞാൻ നേരത്തെ പറഞ്ഞ ചില സർവേകളിലേക്ക് ഒരു വട്ടം കൂടി ഒന്ന് പോകും. അതായത് ഹെൻറി ജാക്സൺ സൊസൈറ്റി 2024 പറഞ്ഞൊരു സർവേയിൽ പറയുന്നുണ്ട് 57% വരുന്ന മുസ്ലിം പോപ്പുലേഷൻ UK സപ്പോർട്ടഡ് കമ്പൾസറി ഹലാൽ ഫുഡ് ഇൻ ഓൾ സ്കൂൾസ് ആൻഡ് ഹോസ്പിറ്റൽസ്. അപ്പോൾ എന്തുകൊണ്ടാണ് ഇതിങ്ങനെ സംഭവിക്കുന്നത്? അതായത് തങ്ങൾക്ക് അഭയം കൊടുത്ത ഒരു രാജ്യത്തിൻ്റെ കൾച്ചറുമായിട്ട് എന്തുകൊണ്ട് ഇവർക്ക് ചേർന്ന് പോകാൻ പറ്റുന്നില്ല? അതുതന്നെ ഈ ഒരു അധിനിവേശത്തിൻ്റെ പിന്നിലെ ചില അജണ്ടകളെ നമുക്ക് സംശയിക്കേണ്ടതായിട്ട് വരുന്നില്ലേ? ജോർജ്, ഇപ്പോൾ UK കുടിയേറ്റത്തെക്കുറിച്ച് നമ്മൾ സംസാരിക്കുമ്പോൾ UK ജനതയിൽ വന്നൊരു മാറ്റം കൂടി നമ്മൾ ശ്രദ്ധിക്കുന്നത് നല്ലതാണ്. ഇപ്പോൾ ജോർജ് സൂചിപ്പിച്ചല്ലോ, ഇവർക്ക് എന്തുകൊണ്ട് ഇംഗ്ലണ്ടിലെ അല്ലെങ്കിൽ UK തദ്ദേശീയരുടെ സംസ്കാരവുമായിട്ട് അവർക്ക് അനുരൂപപ്പെടാൻ പറ്റുന്നില്ല എന്ന് പറഞ്ഞല്ലോ. പക്ഷേ ഇതല്ലായിരുന്നു UK മുൻപത്തെ സ്ഥിതി. അവിടെ ഇതിനു മുമ്പും നമ്മൾ 1947 ആ സമയത്തൊക്കെ ഒരുപാട് ഇസ്ലാമിക കുടിയേറ്റങ്ങൾ നടന്നിട്ടുണ്ട്. അവരുടെ 2-3 തലമുറകൾ കടന്നു കഴിഞ്ഞു. അവരുടെ ആദ്യം വന്ന തലമുറകൾ അവർ വളരെ മോഡറേറ്റ് ആയിട്ടുള്ള സംസ്കാരത്തിൽ നിന്നിരുന്ന മുസ്ലിംസാണ്. ലീഗലായിട്ട് വന്നവരും ഇല്ലീഗലായിട്ട് വന്നവരും അങ്ങനെയായിരുന്നു. പക്ഷേ 2-3 തലമുറ കഴിഞ്ഞപ്പോൾ, അതായത് ഇവരുടെ പൂർവികരേക്കാൾ വലിയ തീവ്ര മതവിശ്വാസികളായിട്ട് ഇപ്പോൾ അവിടെയുള്ള ന്യൂ ജനറേഷൻ മാറിയിരിക്കുന്നു. ഇതിൻ്റെ കാരണം അന്വേഷിച്ച് ചെല്ലുമ്പോൾ ഇൻ്റർനാഷണൽ മീഡിയകളെല്ലാം ചർച്ച ചെയ്യപ്പെടുന്ന ഒരു കാര്യമുണ്ട്. അതായത് ഇപ്പോൾ UK നിയന്ത്രിക്കുന്നത് മുസ്ലിം ബ്രദർഹുഡാണ്. മുസ്ലിം ബ്രദർഹുഡ് നൽകുന്ന ആശയങ്ങളാണ് ഇന്നത്തെ അവിടുത്തെ ജനറേഷനിൽ ലഭിച്ചിരിക്കുന്നത്. അതിപ്പോൾ അവിടെ ഉള്ളവരിലും അതോടൊപ്പം തന്നെ അവിടേക്ക് വന്നുകൊണ്ടിരിക്കുന്നവരും ഇവരെല്ലാവരും മുസ്ലിം ബ്രദർഹുഡിനാൽ സ്വാധീനിക്കപ്പെടുന്നു എന്നാണ് പറയുന്നത്. കഴിഞ്ഞ ദിവസങ്ങളിൽ UAE ഒരു അംജദ് താഹ, അദ്ദേഹം ഒരു പൊളിറ്റിക്കൽ അനലിസ്റ്റാണ്. അദ്ദേഹം GB ന്യൂസിന് കൊടുത്ത ഒരു ഇൻ്റർവ്യൂവിൽ പറയുന്ന ഒരു വാക്കുണ്ട്. അതായത് മിഡിൽ ഈസ്റ്റിനേക്കാൾ കൂടുതൽ തീവ്രവാദികൾ ഉള്ളത് ഇപ്പോൾ UK പക്ഷെ നമുക്കത് അറിയാൻ സാധിക്കുന്നില്ല. കാരണം ഇപ്പോൾ അവരുടെ ഒരു ഘട്ടം മാറിക്കഴിഞ്ഞു. യൂറോപ്പിലാണെങ്കിൽ ദിവസവും കത്തിക്കുത്തും കാര്യങ്ങളൊക്കെ നമുക്ക് കേൾക്കാൻ സാധിക്കും. പക്ഷേ യൂറോപ്പിൻ്റെ അവസ്ഥയല്ല ഇന്നത്തെ യൂറോപ്പിൽ തന്നെയുള്ള UK അവസ്ഥ. UK ഇപ്പോൾ അതൊരു അധീശത്തിൻ്റെ ഒരു സമയത്തിലേക്ക് കടന്നു കഴിഞ്ഞു. അതായത് അവർ മെജോറിറ്റിയിലേക്ക് കടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അവരുടെ തന്ത്രം മാറി. അതായത് UK നിയന്ത്രണം അവർ ഏറ്റെടുത്തു കഴിഞ്ഞു. ഇപ്പോൾ എങ്ങനെയാണ് അവരത് വ്യാഖ്യാനിക്കുന്നത്? അതിനെക്കുറിച്ചും അംജദ് താഹ പറയുന്നുണ്ട്. 2 മെത്തേഡാണ് അവർക്കുള്ളത്. ഒന്ന്, ഫ്രീ സ്പീച്ച് എന്ന് പറയുന്ന യൂറോപ്പിലുള്ള ഒരു ഓപ്ഷൻ. ആ ഓപ്ഷൻ അവരെന്ത് ചെയ്യുന്നു? ആ ഓപ്ഷൻ ഉപയോഗിച്ചിട്ട് അവർ യഹൂദ വിരുദ്ധത അല്ലെങ്കിൽ മറ്റു മതങ്ങൾക്കെതിരെയുള്ള വിരുദ്ധത അവർക്ക് സുഖമായിട്ട് അവർക്കത് പ്രചരിപ്പിക്കാൻ സാധിക്കുന്നു. അതിൽ യാതൊരു നിയന്ത്രണവുമില്ല. പ്രത്യേകിച്ച് ഹമാസ് ഒക്ടോബർ 7 ഇസ്രായേലിനെ ആക്രമിച്ച ഒരു സമയത്ത്, ആ സമയത്ത് അവരുടെ ആ ഫ്രീഡം ഓഫ് എക്സ്പ്രഷൻ, ഫ്രീ സ്പീച്ച്, അത് അവർ ഏറ്റവും കൂടുതൽ പ്രകടിപ്പിച്ചത് UK 2, ഇസ്ലാമോഫോബിയ എന്ന് പറഞ്ഞൊരു പദം. ഈ പദം അവർ കൃത്യമായിട്ട് അവരുടെ
ഇസ്ലാമിസ്റ്റ് അജണ്ടകളെ ബ്ലോക്ക് ചെയ്യാൻ വേണ്ടിയിട്ട്, അതിനെ തടയിടാൻ വേണ്ടിയിട്ട്, ആരെങ്കിലും ഇസ്ലാമുമായിട്ട് ബന്ധപ്പെട്ടോ അല്ലെങ്കിൽ ഇസ്ലാമിസ്റ്റുകളുമായിട്ട് ബന്ധപ്പെട്ട് എന്തെങ്കിലും ഒരു കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ അപ്പോൾ അവരതിനെ ഇസ്ലാമോഫോബിയ എന്ന് പറഞ്ഞ വാക്ക് ഉപയോഗിച്ചിട്ട് അതിനെ അവർ ബ്ലോക്ക് ചെയ്യും. ഫ്രീ സ്പീച്ച് എന്ന വാക്ക് ഉപയോഗിച്ചിട്ട് അവർക്ക് എതിരായിട്ടുള്ള അല്ലെങ്കിൽ അവർക്ക് ആരോടൊക്കെ വിദ്വേഷമുണ്ടോ അവരോടുള്ള പ്രകടനങ്ങൾ മുഴുവൻ അവർ ഫ്രീ സ്പീച്ച് എന്ന് പറഞ്ഞ ലേബലിലൂടെ അവർ ചെയ്യും. ഇപ്പോൾ ഈ ഒക്ടോബർ 7 തന്നെ സംഭവം ഉണ്ടായപ്പോൾ ഏറ്റവും കൂടുതൽ പ്രകടനങ്ങൾ നടന്നത് ബെർമിംഗ്ഹാമിലാണ്. ഈ ബെർമിംഗ്ഹാമിലെ 30% അവിടുത്തെ ഇസ്ലാം പോപ്പുലേഷൻ. അത് 2021 കണക്കാണ്. അത് വീണ്ടും വർദ്ധിച്ചു കഴിഞ്ഞിട്ടുണ്ട്. അവിടെ തന്നെയാണ് കേരളത്തിൽ നിന്ന് പോയിട്ടുള്ള ക്രിസ്ത്യാനികൾ ഭൂരിപക്ഷം താമസിക്കുന്ന സ്ഥലം. അപ്പോൾ അവർ അന്ന് ആ കാലങ്ങളിൽ നമ്മളോട് പറയുന്നുണ്ട്, ഇപ്പോഴും അങ്ങനെ തന്നെയാണ്. അതായത് ഇത് ഒരു മുസ്ലിം രാജ്യമാണോ ഇസ്ലാമിക രാജ്യമാണോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു തീവ്രവാദ രാജ്യമാണോ എന്ന് ചിന്തിക്കുന്ന രീതിയിൽ അവിടെ അവർക്ക് അവരുടെ തെരുവുകളിലേക്ക് പോലും അല്ലെങ്കിൽ അവരുടെ റോഡിലേക്ക് പോലും ഇറങ്ങാൻ പറ്റുന്നില്ല. റോഡ് മുഴുവൻ ഇവർ കൈയടക്കിയിരിക്കുകയാണ്. ഇവർ മാത്രമേ ഉള്ളൂ, ഇവരുടെ ആശയങ്ങൾ മാത്രമേ ഉള്ളൂ. അതിനപ്പുറത്തേക്ക് ഒരാൾക്ക് ഒന്നും ചെയ്യാൻ പറ്റാത്തൊരു അവസ്ഥ. ഇത് തന്നെയാണ് ഈ ലണ്ടനിൽ 15% മുസ്ലിം ജനസംഖ്യ വന്നു കഴിഞ്ഞു. അപ്പോൾ ഇവിടെയുള്ള നമ്മുടെ നാട്ടിൽ നിന്ന് പോയി ലണ്ടനിൽ വർക്ക് ചെയ്യുന്ന ഒരുപാട് പേരുണ്ട്. അവർ പറയുന്ന ഒരു കാര്യമുണ്ട്, ഞങ്ങൾക്ക് ലണ്ടനിൽ ജീവിക്കാൻ പറ്റുന്നില്ല, ഞങ്ങളവിടെ ജോലി ചെയ്തിട്ട് ഞങ്ങൾ ലണ്ടന് പുറത്തുള്ള ഏതെങ്കിലും സ്ഥലത്താണ് ഞങ്ങൾക്ക് ജീവിക്കാൻ പറ്റുള്ളൂ. കാരണം അത്രയും ജീവിത ചെലവ് അവിടെ കൂടുതലാണ്. അവിടെ ഒരു വീടോ വാടകയ്ക്കുള്ള ഒരു സംവിധാനത്തെക്കുറിച്ച് ഇവർക്ക് ചിന്തിക്കാൻ സാധിക്കില്ല. അതേപോലെ തന്നെ അവരെ സംബന്ധിച്ചിടത്തോളം ഒരാൾ പോയിട്ട് ഒരു കുടുംബമായിട്ട് പോയി കഴിഞ്ഞാൽ ഒരാൾക്ക് പോയിട്ട് ജോലി ചെയ്തിട്ട് ഒരു കാരണവശാലും അവിടെ ജീവിക്കാൻ പറ്റുന്നില്ല. അവരും ഭാര്യയും ഭർത്താവും ഇവരെല്ലാവരും മണിക്കൂറുകളോളം എക്സ്ട്രാ അവേഴ്സ് വർക്ക് ചെയ്തിട്ടാണ് അവർക്ക് അവിടെ ലണ്ടനിൽ പിടിച്ചു നിൽക്കാൻ പറ്റുന്നത്. നമ്മുടെ നാട്ടിൽ നിന്ന് പോയവരുടെ അവസ്ഥയാണ്. പക്ഷേ ഇതേ സ്ഥലത്ത് ഇതേ ലണ്ടനിൽ ഇവർ സ്വതന്ത്രമായിട്ട് സ്വൈര്യമായിട്ട് വ്യവഹരിക്കുന്നു. എന്താണ് ഇതിൻ്റെ ഒരു കാരണം? ഇതാണ് നമ്മൾ പരിശോധിക്കേണ്ടത്. അതായത് യൂറോപ്പിലെ തദ്ദേശീയരെ സംബന്ധിച്ചിടത്തോളം അവിടെയുള്ള നേറ്റീവ്സിനെ സംബന്ധിച്ചിടത്തോളം അവരിങ്ങനെ ചെതറിപ്പോയി. അവരിലെ ക്രിസ്ത്യാനികൾ തന്നെ ഭൂരിഭാഗം പേരും എത്തിസ്റ്റുകളായി. ചിലർ ഈ നേരത്തെ സൂചിപ്പിച്ചതുപോലെ 5% ചർച്ച് ഗോയേഴ്സ് ഉള്ളത്. അത് തന്നെ 1.5 ആക്ച്വൽ കണക്കിൽ പറയുന്നത്. 1.5 ആണ് പള്ളിയിൽ പോകുന്നവർ. ഒരു 30% പേർക്കാണ് ദൈവം ഉണ്ടോ അല്ലെങ്കിൽ ആ കാര്യത്തിലുള്ളൊരു ചെറിയതായിട്ടെങ്കിലും ഒരു വിശ്വാസമുള്ളൊരു 30% പേരാണ്. ബാക്കി എല്ലാവരും തലതിരിഞ്ഞു പോയി. ഇവരെല്ലാവരും സെക്യുലറിസത്തിൻ്റെയും ലിബറലിസത്തിൻ്റെയും പിടിയിലാണ്. അവരെ സംബന്ധിച്ചിടത്തോളം ഇപ്പോൾ ഒരു ഇഷ്യൂ വന്നു, ഹമാസുമായിട്ട് ബന്ധപ്പെട്ട ഇഷ്യൂ വന്നു, അല്ലെങ്കിൽ ഇസ്രായേൽ ഹമാസ് യുദ്ധം വന്നു. ഇവരുടെ അഭിപ്രായങ്ങൾ വിഭിന്നമായിട്ട് പോവുകയാണ്. ചിലർ ഹമാസിനെ സപ്പോർട്ട് ചെയ്യുന്നു, ചിലർ ഇസ്രായേലിനെ സപ്പോർട്ട് ചെയ്യുന്നു, മറ്റു ചിലവർക്ക് ഇതിൽ ആരെയും സപ്പോർട്ട് ചെയ്യേണ്ടതെന്നുള്ള കാര്യം അറിയില്ല. പക്ഷേ ഒരു സംഘടിത വിഭാഗം അവിടെയുണ്ട്. അവർക്ക് കൃത്യമായിട്ട് അറിയാം, അവർക്ക് ഒരേ ഒരു ആൻസറേ ഉള്ളൂ, ഹമാസ്. എന്ത് ചെയ്താലും, ഇസ്രായേൽ എന്ത് ചെയ്താലും, ഹമാസ് എന്ത് ചെയ്താലും അവർ എപ്പോഴും ഹമാസിൻ്റെ പക്ഷത്ത് തന്നെ. അപ്പോൾ ഇത് സംഘടിതമാണ്, മറ്റുള്ളവരെ ചെതറിക്കെടുക്കുകയാണ്. ഇത് തന്നെയാണ് ലോകത്തെ പല ഭാഗങ്ങളും, നമ്മുടെ നാട്ടിലാണെങ്കിൽ പോലും സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. ചെറിയൊരു ജനസംഖ്യ, പക്ഷേ അവർ മറ്റു ജനതയും കൂടി ഭരിക്കുന്ന രീതിയിൽ അവർ സംഘടിക്കുന്നു. ഇവിടെ തന്നെ ലണ്ടൻ്റെ മേയർ, ലണ്ടൻ്റെ മാത്രമല്ല പല മേയർമാരും ഇപ്പോൾ മുസ്ലിം മേയർമാരായിട്ട് മാറിക്കഴിഞ്ഞു. ലണ്ടൻ്റെ മേയർ സാദിഖ് ഖാൻ ഈ 3ാം തവണയും തിരഞ്ഞെടുക്കപ്പെട്ടപ്പോൾ അദ്ദേഹത്തിന് കിട്ടിയ വോട്ട് 43%. അവിടെ പോൾ ചെയ്ത വോട്ട് 45%. അതായത് അവിടുത്തെ തദ്ദേശീയരിൽ 20% പോലും വോട്ടിന് വന്നിട്ടില്ല. ഈ 15% വരുന്ന മുസ്ലിം ജനസംഖ്യ, ഇസ്ലാം ജനസംഖ്യ അവർ മൊത്തത്തിൽ വോട്ട് ചെയ്യുന്നു. മറ്റുള്ളവരുടെ വോട്ട് പല കാൻഡിഡേറ്റ്സിനായിട്ട് ചെതറിപ്പോകുന്നു. അതോടൊപ്പം തന്നെ ഭൂരിഭാഗം പേരും വോട്ട് ചെയ്യാനും വരുന്നില്ല. അപ്പോൾ ആരുടെ തന്ത്രമാണ് ഫലിക്കുന്നത്? സംഘടിതമായ ശക്തി കൊണ്ട് അവർ കാര്യങ്ങൾ നേടുന്നു. അതിന് നമ്മൾ അവരെ കുറ്റപ്പെടുത്തിയിട്ട് കാര്യമില്ല, അവരെ അപ്രീഷിയേറ്റ് ചെയ്യുക ചെയ്യേണ്ടത്. കാരണം അവർക്കൊരു കൃത്യമായൊരു ലക്ഷ്യമുണ്ട്. അവർക്ക് ഓരോ രാജ്യങ്ങളെയും മേലും അവർക്ക് കൃത്യമായ ലക്ഷ്യമുണ്ട്. UK എന്ന് ഇസ്ലാമീയവൽക്കരിക്കപ്പെടണം എന്നുള്ള ടാർഗറ്റ് വെച്ചിട്ട് ഇന്ത്യക്ക് 2047 ആണെങ്കിൽ UK 2050 അത് അവർ നിശ്ചയിച്ചിട്ടുണ്ട്. ഈ 2050 17.5 നമ്മൾ നോക്കുമ്പോൾ ഇപ്പോൾ ആക്ച്വൽ കണക്ക് പ്രകാരം നോക്കുകയാണെങ്കിൽ പ്യൂ റിപ്പോർട്ട്സ് ഒക്കെ പോയി നോക്കുകയാണെങ്കിൽ അങ്ങനെ വരാം. പക്ഷേ അത് ഇപ്പോൾ എങ്ങനെ പോകുന്നു അതുപോലെ പോയി കഴിഞ്ഞാലത്തെ കാര്യമാണ്. പക്ഷേ ഇവരെ സംബന്ധിച്ചിടത്തോളം ഇവർക്ക് കൃത്യമായ അജണ്ടയുണ്ട്. പ്യൂ റിപ്പോർട്ട്സിന് ഇതിനു മുമ്പ് പ്രവചിക്കാൻ കഴിഞ്ഞിട്ടില്ല. 2021 ആകുമ്പോഴേക്കും ഇത്രയും വലിയൊരു ഹ്യൂജ് ഹൈക്കിലേക്ക് വരുന്ന അവർ പ്രവചിച്ചിട്ടില്ല. പക്ഷേ ഇവരെ സംബന്ധിച്ചിടത്തോളം ഇവർ അജണ്ട വെച്ചിട്ടാണ് പോകുന്നത്, ഇവർ തന്ത്രങ്ങൾ വെച്ചിട്ടാണ് ഇത് പോകുന്നത്. അതുകൊണ്ട് തന്നെ അവർ 2050 മെജോറിറ്റി ആയിട്ട് മാറും. അതിനായിട്ട് അവർ അവിടുത്തെ എല്ലാ നിയമത്തിൻ്റെയും ലൂപ്പ് ഹോളുകൾ അവർ കൃത്യമായിട്ട് ഉപയോഗിക്കുന്നു. അവിടുത്തെ ഭരണ സംവിധാനത്തിലെ വീക്ക് പോയിന്റുകൾ അവർക്ക് കൃത്യമായിട്ട് അറിയാം. എങ്ങനെയാണ് ജനസംഖ്യ വർധനവിലൂടെ ആ രാജ്യത്തെ പിടിച്ചെടുക്കേണ്ടതെന്ന് അവർക്കറിയാം. ഇപ്പോൾ നമ്മളൊന്ന് നോക്കുക, UAE ആയിക്കോട്ടെ, ഇറാൻ ആയിക്കോട്ടെ, ഇവരെല്ലാവരും ഇസ്ലാം മത രാജ്യങ്ങളാണ്. പക്ഷേ അവിടുത്തെ ജനസംഖ്യ നോക്കിക്കഴിഞ്ഞാൽ അല്ലെങ്കിൽ അവിടുത്തെ ജനന നിരക്ക് നോക്കിക്കഴിഞ്ഞാൽ ഇപ്പോൾ ഏകദേശം ഒരു പാശ്ചാത്യ രാജ്യങ്ങളുടെ ജനനിരക്കിനോട് സമാനമാണ് അവരുടെ ജനനിരക്ക്. പക്ഷേ ഇവർ കുടിയേറുന്ന രാജ്യങ്ങളിൽ ഇവരുടെ സ്വഭാവം മാറുന്നു. ഇവർ പാശ്ചാത്യ രാജ്യങ്ങളിൽ കുടിയേറുമ്പോൾ അവിടുത്തെ ഒരു സംസ്കാരത്തിനോട് ഇവർ ചേർന്ന് പോവുകയായിരുന്നെങ്കിൽ ഇതുപോലൊരു ജനസംഖ്യ വർധനവ് അവിടെ ഉണ്ടാവില്ല. പക്ഷേ ഇവർക്ക് അജണ്ടയുണ്ട്, ഇവർക്ക് ലക്ഷ്യമുണ്ട്. ആ ലക്ഷ്യത്തിന് വേണ്ടിയുള്ള മാർഗങ്ങൾ ഇവർ കൃത്യമായിട്ട് ചെയ്തു പോകുന്നു. ഇപ്പോഴും അവിടെ 50%-ലധികം മുസ്ലിം പുരുഷന്മാർ ജോലിക്ക് പോകുന്നില്ല. 70%-ലേറെ
മുസ്ലിം സ്ത്രീകൾ അവിടെ ജോലിക്ക് പോകുന്നില്ല. പക്ഷെ അവരിപ്പോഴും അവിടെ സുഭിക്ഷമായിട്ട് ജീവിക്കുന്നു, ധാരാളം മക്കളെ വളർത്തിയെടുക്കുന്നു. ഇവിടെ തദ്ദേശീയരായവരുടെ നികുതികൾ ഉപയോഗിച്ച് അവർക്ക് വേണ്ട ആനുകൂല്യങ്ങളെല്ലാം അവർ കൃത്യമായിട്ട് സംഘടിപ്പിക്കുന്നു. അതായത് മക്കൾ കൂടുന്നതനുസരിച്ച് കൃത്യമായിട്ട് ഗവൺമെന്റിൽ നിന്ന് കിട്ടുന്ന ബെനിഫിറ്റുകളെ കുറിച്ച് ഇവർക്ക് ബോധ്യമുള്ളത് കൊണ്ട് തന്നെയാണ് ഇവർ അവിടേക്ക് കുടിയേറുന്നത്. അതായത് അവരുടെ അജണ്ടകൾ നടപ്പാക്കാനുള്ള സാഹചര്യങ്ങളെല്ലാം മനസ്സിലാക്കി അതിനനുസരിച്ചിട്ടാണ് ഇവർ പ്രവർത്തിക്കുന്നത്. ഇപ്പോൾ തന്നെ ജോർജ് പറഞ്ഞല്ലോ അവിടെ ശരിയ കോടതികൾ വന്നു കഴിഞ്ഞു. ശരിയ കോടതി കറക്റ്റാണ്. ഈ മുസ്ലിം ഏരിയകളിൽ ചില ഏരിയകളിലേക്ക് അവിടുത്തെ വൈറ്റ്സിന് അവിടെ പോകാൻ പോലും സാധിക്കില്ല. ഇപ്പോൾ ഇവർ ശരിയ ലോ വെച്ചിട്ട് സ്ത്രീകളുടെയും കുട്ടികളുടെയും പല കാര്യങ്ങളും ഇവർ അടിച്ചമർത്തി കഴിഞ്ഞു. പക്ഷേ ഇനി വരാൻ പോകുന്നത് മതം നിന്ന ഈ മുസ്ലിം മതത്തിന് മറ്റൊരു മതത്തിലേക്ക് മാറിയാൽ ഇങ്ങനെയുള്ള വിഷയങ്ങളിൽ കൃത്യമായ അവരുടെ ശരിയ നിയമങ്ങൾ അവരവിടെ നടപ്പാക്കാൻ തുടങ്ങും. ഏകദേശം അവരുടെ ഉള്ളിൽ ഇപ്പോൾ അവരതൊക്കെ നടപ്പാക്കി തുടങ്ങി. ഈ സാഹചര്യത്തിലാണ് കഴിഞ്ഞ 2024 കീർ സ്റ്റാർമർ അവരുടെ നീതിന്യായ വകുപ്പിന്റെ സെക്രട്ടറി ആയിട്ട് വെച്ചിരിക്കുന്നത് ഷബാന മുഹമ്മദിനെയാണ്. അതേപോലെ തന്നെ ഈ 2025 ഇപ്പോൾ കഴിഞ്ഞ ഏതാനും ദിവസങ്ങൾക്ക് മുമ്പാണ് ഒരു ഹമീദ് പട്ടേലിനെ അവരുടെ വിദ്യാഭ്യാസ മേഖലയുടെ എല്ലാ ചുമതലയും ഇപ്പോൾ ഇടക്കാലത്തേക്കാണെങ്കിലും അദ്ദേഹത്തിന് കൊടുത്തിരിക്കുകയാണ്. അപ്പോൾ ഇതിൽ നിന്നല്ലേ നമുക്ക് എന്താ മനസ്സിലാകുന്നത്? ഈ ശരിയ ലോയ്ക്ക് അനുകൂലമായൊരു സാഹചര്യം അവിടെ സൃഷ്ടിക്കപ്പെടുന്നു. അതുപോലെ തന്നെ നമ്മുടെ നാട്ടിലെ വിദ്യാഭ്യാസ വകുപ്പ് ഏതാനും വർഷങ്ങളോളം ഒരു കൂട്ടരുടെ കയ്യിൽ വന്നപ്പോൾ എന്തൊക്കെ ഇവിടെ സംഭവിച്ചു? ഇതേപോലെ തന്നെ ചില മദ്രസ പഠനങ്ങൾ അവിടുത്തെ ഓൾറെഡി കരിക്കുലത്തിൽ കയറി കഴിഞ്ഞു. അങ്ങനെ ഇരിക്കുന്ന സാഹചര്യത്തിലാണ് ഈ ഹമീദ് പട്ടേൽ അവിടുത്തെ വിദ്യാഭ്യാസ വകുപ്പിന്റെ ചുമതലയിലേക്ക് വരുന്നത്. അപ്പോൾ കാര്യങ്ങൾ കൃത്യമായിക്കൊണ്ടിരിക്കുകയാണ്. UK ഇനി അധിക നാൾ UK ആയിരിക്കില്ല. മുമ്പ് സൂചിപ്പിച്ചതുപോലെ 10 വർഷത്തിനുള്ളിൽ 3500ഓളം പള്ളികൾ മോസ്കും പബ്ബും കമ്മ്യൂണിറ്റി ഹാളൊക്കെ ആയിട്ട് മാറിയെങ്കിൽ അത് UK കൃത്യമായിട്ട് ചിത്രം നൽകുകയാണ്. റോബിൻ പറഞ്ഞത് തന്നെയാണ് കറക്റ്റ്. UK അതിൻ്റെ ക്രൈസ്തവ വിശ്വാസത്തിൽ നിന്ന് പിന്തിരിഞ്ഞതിൻ്റെ ആ സ്ഥലത്തേക്കാണ് ഇസ്ലാം മതം കയറി വരുന്നത്. അത് അവർ പിടിച്ചെടുക്കുക തന്നെ ചെയ്യും. ഇപ്പോഴും പലരും ചിന്തിക്കുന്നത് അവിടുത്തെ കാത്തലിക് ചർച്ചുകൾ ഒരുപാട് പൂട്ടിപ്പോയെന്ന് ചിന്തിക്കുന്നുണ്ട്. പക്ഷേ കാത്തലിക് ചർച്ചുകളിലല്ല, ഭൂരിഭാഗവും ആംഗ്ലിക്കൻ ചർച്ചുകളിലാണ്. ആംഗ്ലിക്കൻ ചർച്ചാണ് കൂടുതൽ ലിബറലായത്. ക്രൈസ്തവ വിശ്വാസങ്ങളിൽ നിന്നും മാറി അവർ ലിബറലായിട്ടുള്ള ചില നടപടികളിലേക്ക് കടന്നിരുന്നു. ആ ആംഗ്ലിക്കൻ ചർച്ചിൽ തന്നെയാണ് ഇപ്പോൾ ഏറ്റവും കൂടുതൽ അവരുടെ പള്ളികൾ പൂട്ടപ്പെടുന്നത്. അന്ന് ഹെൻറി 8ാമൻ രാജാവിനെ പ്രൊട്ടക്ടർ ഓഫ് ചർച്ച് എന്ന് മാർപ്പാപ്പ വിശേഷിപ്പിച്ച് അധികം നാൾ കഴിയുന്നതിന് മുമ്പാണ് അദ്ദേഹം സഭയുമായിട്ട് തെറ്റിപ്പിരിയുന്നത്. കത്തോലിക്ക സഭയുമായിട്ട് തെറ്റിപ്പിരിഞ്ഞ് കാതറിനെ ഉപേക്ഷിച്ച് ആനിബോളിനെ വിവാഹം കഴിക്കുന്നതുമായിട്ട് ബന്ധപ്പെട്ടാണ് അന്ന് ആംഗ്ലിക്കൻ ചർച്ച് ഉണ്ടാകുന്നത്. ആ ആംഗ്ലിക്കൻ ചർച്ചിൻ്റെ UK ഗവൺമെൻറ് ശമ്പളം കൊടുത്ത് വളർത്തിയ ആ ആംഗ്ലിക്കൻ ചർച്ചിൻ്റെ അധപതനം കൂടിയാണ് ഇന്നത്തെ UK ഇപ്പോഴത്തെ അവസ്ഥയുടെ ഒരു കാരണമായിട്ട് പറയാവുന്നത്. അത് കറക്റ്റാണ്. നമ്മൾ മറ്റൊരു ആംഗിളിലേക്ക് കൂടി ചിന്തിച്ച് നോക്കുമ്പോൾ എന്തുകൊണ്ട് നമ്മൾ പലപ്പോഴും ആശങ്കപ്പെടാറുണ്ട്, ഇത്രയധികം കാര്യങ്ങൾ കൺമുന്നിൽ കണ്ടിട്ടും ഈ പറയുന്ന ഭരണാധികാരികൾ എന്തുകൊണ്ട് നടപടി എടുക്കുന്നില്ല? തീർച്ചയായിട്ടും ഈ വോട്ട് ബാങ്ക് അതിനെ പ്രീണിപ്പിക്കാൻ വേണ്ടിയിട്ടുള്ള നീക്കങ്ങൾ തന്നെയാണ് നടക്കുന്നത്. നമ്മൾ ചില സംഭവങ്ങൾ നമ്മൾ എടുത്ത് പരിശോധിച്ച് നോക്കുമ്പോൾ കേരളത്തിൽ നടക്കുന്ന ചില സംഭവങ്ങൾ ഇപ്പോൾ UK സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് തമ്മിൽ വളരെ ചില സമാനതകൾ നമുക്ക് കാണാൻ സാധിക്കും. ഞാൻ നേരത്തെ പറഞ്ഞൊരു സർവേയിൽ സൂചിപ്പിക്കുന്ന പ്രകാരം 29% മുസ്ലിം പോപ്പുലേഷൻ അവിടെ ഹമാസിനെ വളരെ പോസിറ്റീവായിട്ട് കാണുന്ന ഒരു സ്ഥിതിവിശേഷം. ഞാൻ നേരത്തെ പറഞ്ഞ ഈ ഒരു പോയിന്റ്, ഈ വോട്ട് ബാങ്കിന് വേണ്ടിയിട്ട് സ്വന്തം നാടിൻ്റെ ഭാവി തന്നെ ഇല്ലാതാക്കി ചിലരെ പ്രീണിപ്പിക്കുന്ന ഒരു രീതി, അത് കൃത്യമായിട്ടും ഈ കീർ സ്റ്റാർമറിനെ പോലെയുള്ളവർ വളരെ തന്ത്രപരമായിട്ട് നടപ്പാക്കുന്നുണ്ട്. ഇനി എഡ്യൂക്കേഷൻ്റെ കാര്യത്തിലേക്ക് വരുമ്പോൾ കേരളത്തിൽ നടന്ന ചില സംഭവങ്ങളുടെ ചില തനി ആവർത്തനങ്ങൾ ഈ ബ്രിട്ടനിലെ വിദ്യാഭ്യാസ മേഖലയിൽ നടന്നിട്ടുണ്ട്. അതുകൂടി പരാമർശിച്ചിട്ട് എനിക്ക് തോന്നുന്നു നമ്മുടെ ചർച്ച വൈൻഡപ്പ് ചെയ്യാമെന്ന് എനിക്ക് തോന്നുന്നു. 3 എക്സാമ്പിൾ ഞാൻ ചൂണ്ടിക്കാണിക്കാൻ ആഗ്രഹിക്കുകയാണ്. ഈ അവിടെ ഒരു സെൻറ്റ് സ്റ്റീഫൻസ് സ്കൂളുണ്ട്. അത് ഒരു ബെസ്റ്റ് പ്രൈമറി സ്കൂളായിട്ട് ഇംഗ്ലണ്ടിൽ 2017 അതിനൊരു അവാർഡൊക്കെ കിട്ടിയ ഒരു സ്കൂളാണ്. അപ്പോൾ ഈ 2018 ഈ സ്കൂളിന് നേരെ വളരെ ടാർഗറ്റഡ് ആയിട്ടുള്ളൊരു ആക്രമണം നടക്കുകയുണ്ട്. അതിൻ്റെ കാരണം മറ്റൊന്നുമല്ല, ആ സ്കൂളിൽ കൃത്യമായിട്ടുള്ളൊരു നിയമം കൊണ്ടുവന്നു. 8 വയസ്സിൽ താഴെയുള്ള കുട്ടികൾ ഹിജാബ് ധരിക്കാൻ പാടില്ല എന്ന ഒരു നിയമം. ഓർക്ക് 8 വയസ്സിൽ താഴെയുള്ള കുട്ടികൾ ഹിജാബ് ധരിക്കാൻ പാടില്ല എന്നൊരു നിയമം. ആ ഒരു നിയമത്തിൻ്റെ പേരിൽ ആ സ്കൂളിന് നേരെ സംഘടിതമായിട്ടുള്ളൊരു ആക്രമണം നടക്കുകയുണ്ടായി. അതിൻ്റെ പേരിൽ ആ ഒരു നിയമം സ്കൂളിൽ പിൻവലിക്കേണ്ടി വന്നു. 8 വയസ്സിൽ താഴെയുള്ള കുട്ടികൾക്ക് ഹിജാബ് ധരിക്കാം എന്ന ഒരു നിയമം ആ സ്കൂളിൽ നടപ്പാക്കേണ്ടി വന്നു. ഒപ്പം തന്നെ 150ഓളം സ്കൂളുകൾ, UK ഉടനീളമുള്ള 150ഓളം സ്കൂളുകളിൽ കുട്ടികൾ നിർബന്ധമായി ഹിജാബ് ധരിക്കണം എന്നൊരു നിയമം നിലനിൽക്കുന്നുണ്ട് എന്നാണ് ഒരു റിപ്പോർട്ടിൽ പറയുന്നത്. ഇനി മറ്റൊരു കാര്യം കൂടിയുണ്ട്. നമ്മുടെ കേരളത്തിൽ തന്നെ ചില സംഘടിതമായിട്ടുള്ള രീതിയിലുള്ള ചില ആക്രമണങ്ങൾ കാണുമ്പോൾ ആ സ്ഥാപനത്തിന് നേതൃത്വം നൽകുന്നവർ അല്ലെങ്കിൽ അതിൻ്റെ അധികാരത്തിൽ ഇരിക്കുന്നവരൊക്കെ ഒന്ന് പേടിച്ച് പിന്മാറുന്ന ഒരു അവസ്ഥ വരാറുണ്ട്. അതിന് പ്രധാനപ്പെട്ട കാരണമായിട്ട് അവർ ചൂണ്ടിക്കാണിക്കുന്നത് ഈ കൂട്ടർ ചിലപ്പോൾ ഒരു മാസീവായിട്ട് തങ്ങളുടെ കുട്ടികളെ ആ സ്കൂളിൽ നിന്നും പിൻവലിക്കുന്ന ഒരു അവസ്ഥ. സമാനമായിട്ടും UK ഇത് സംഭവിച്ചിട്ടുണ്ട്. 2019 ഒരു പാർക്ക് ഫീൽഡ് കമ്മ്യൂണിറ്റി സ്കൂൾ എന്ന് പറയുന്ന ബർമിംഗ്ഹാമിലെ ഒരു സ്കൂളുണ്ട്. അപ്പോൾ ആ സ്കൂളിൽ നിന്നും ഏകദേശം 600ഓളം 80% കുട്ടികളെ ഈ പേരൻസ് പിൻവലിച്ചു. ഇനി നമുക്കറിയാം, നമ്മുടെ
ഈ ഇസ്രായേൽ ഹമാസ് യുദ്ധ കാലയളവിൽ 2023 ഒരു ബാർസ്ലെ പ്രൈമറി സ്കൂൾ എന്ന് പറയുന്ന സ്കൂളിൽ അവിടുത്തെ പ്രിൻസിപ്പള് കുട്ടികൾ ഈ പ്രോ പാലസ്തീൻ ബാഡ്ജസ് ധരിക്കുന്നത് ബാൻ ചെയ്തിരുന്നു. അതിനെതിരെയും വലിയ രീതിയിലുള്ള ഒരു പ്രൊട്ടസ്റ്റും കാര്യങ്ങളൊക്കെ ആ സ്കൂളിന് നേരിടേണ്ടി വന്നു. ഇനി മറ്റൊരു പ്രധാനപ്പെട്ട കാര്യമുണ്ട്. UK ഒരു വിദ്യാഭ്യാസ സ്ഥാപനത്തിൽ നടന്ന ഒരു നിസ്കാര സമര വിവാദം. നമുക്കറിയാം കേരളത്തിലെ നമ്മുടെ പല ക്രൈസ്തവ സ്ഥാപനങ്ങളിൽ നിസ്കാര സമര വിവാദങ്ങളൊക്കെ നടന്നിരുന്നു. UK ഒരു മിഖേല കമ്മ്യൂണിറ്റി സ്കൂള്, ആ സ്കൂളിൽ 2 കുട്ടികൾ അവിടെ സ്കൂൾ ഗ്രൗണ്ടിൽ അവർക്ക് നിസ്കരിക്കണം അല്ലെങ്കിൽ പ്രാർത്ഥിക്കണം എന്ന് പറഞ്ഞൊരു സമരം സംഘടിപ്പിക്കുന്നു. പക്ഷേ സ്കൂള് അതിന് ശക്തമായിട്ട് എതിർത്തു, അത്തരത്തിലുള്ള കാര്യങ്ങൾ നിരോധിച്ചു. അതിൻ്റെ തൽഫലമായിട്ട് ആ സ്കൂളിന് നേരെ ബോംബ് ഭീഷണി വരെ ഉയരുന്ന ഒരു അവസ്ഥ, സ്കൂളിന് നേരെ കായികമായിട്ടുള്ള ആക്രമണങ്ങളൊക്കെ ഉണ്ടാകുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ പോകുന്നു. അപ്പോൾ നമ്മളിത് ചർച്ച ചെയ്യുമ്പോൾ അതിഭീകരമായിട്ടുള്ള ഒരു അവസ്ഥയിലാണ് UK ഇപ്പോൾ നിൽക്കുന്നത്. തീർച്ചയായിട്ടും നല്ല ഉദ്ദേശത്തോടു കൂടി തന്നെ ആ രാജ്യത്തെ സ്നേഹിക്കുന്ന വലിയൊരു വിഭാഗം മുസ്ലിം മതവിശ്വാസികൾ ഈ കൂട്ടത്തിലുണ്ട്. പക്ഷേ നമ്മൾ ഈ ചർച്ച സംഘടിപ്പിക്കുന്നത് അവരെ ഉദ്ദേശിച്ചല്ല. പക്ഷേ അവരെ പോലും കരുവാക്കിക്കൊണ്ട് തങ്ങളുടെ അജണ്ട നടപ്പാക്കാൻ ശ്രമിക്കുന്ന പൊളിറ്റിക്കൽ ഇസ്ലാമിൻ്റെ വ്യക്തമായിട്ടുള്ള ചില അജണ്ടകളുണ്ട്. ഒരു റാഡിക്കലൈസേഷനിലേക്ക് പോകുന്ന രീതിയിലേക്കുള്ള കാര്യങ്ങൾ, ഒരു രാജ്യം തന്നെ പിടിച്ചെടുക്കാൻ ഉദ്യമിച്ചുകൊണ്ട് അത്തരത്തിലുള്ള നീക്കം ലക്ഷ്യമിട്ടുകൊണ്ട് ഇവർ നടത്തുന്ന ചില നീക്കങ്ങൾ, അതിനെയാണ് നാം വിമർശിച്ചത്. അതിനെതിരെയാണ് തീർച്ചയായിട്ടും നടപടികൾ സ്വീകരിക്കേണ്ടത്. അത് സ്വീകരിച്ചില്ലെങ്കിൽ ഒരുപക്ഷെ യൂറോപ്പിലെ തന്നെ തുർക്കിക്ക് ശേഷം ആദ്യത്തെ ഒരു ഇസ്ലാമിക ഭൂരിപക്ഷ രാജ്യമായിട്ട് UK മാറാനുള്ള സാധ്യത അതിവിദൂരമല്ല. ഈ കഴിഞ്ഞിടയ്ക്ക് തന്നെയാണ് ഒരു പ്രമുഖനായിട്ടുള്ള വ്യക്തി, ഞാൻ പേര് ഓർക്കുന്നില്ല, എനിക്ക് തോന്നുന്നു JD വാൻസ് ആണ് സൂചിപ്പിച്ചതെന്ന് എനിക്ക് തോന്നുന്നു, ഒരുപക്ഷെ അണുവായുധം കയ്യിലുള്ള ഒരു ഇസ്ലാമിക രാജ്യമായിട്ട്, യൂറോപ്പിലെ ഒരു ഇസ്ലാമിക രാജ്യമായിട്ട് UK മാറാനുള്ള കാലവും അതിവിദൂരമല്ല എന്ന് അദ്ദേഹം പരാമർശിക്കുകയുണ്ടായി. അത് വെറുതെ പറഞ്ഞതല്ല. കാര്യങ്ങൾ ഇത്തരത്തിലാണ് പോകുന്നതെങ്കിൽ, വെറും ഒരു വോട്ട് ബാങ്ക് രാഷ്ട്രീയത്തെ മാത്രം മുന്നിൽ കണ്ടുകൊണ്ടാണ് അവിടുത്തെ ഭരണാധികാരികൾ ഇപ്പോഴും ഭരിക്കുന്നതെങ്കിൽ ഇത്തരത്തിൽ കാര്യങ്ങൾ പോകാനുള്ള എല്ലാ സാധ്യതയുമുണ്ട്. അവിടുത്തെ ക്രൈസ്തവ തുടുപ്പുകൾ തന്നെ യൂറോപ്പിൻ്റെ സംസ്കാരത്തിൽ നിന്ന്, സമൂഹത്തിൽ നിന്നും പൂർണ്ണമായിട്ടും തുടച്ചു മാറ്റപ്പെടാനുള്ള എല്ലാ സാധ്യതയുണ്ട്. അപ്പോൾ കാര്യങ്ങൾ വളരെ വ്യക്തമാണ്. വളരെ ജാഗ്രതയോടുകൂടി മുന്നോട്ട് പോകേണ്ടിയിരിക്കും. അതീവ ഭയാനകമായിട്ടുള്ള, അതിഭീകരമായിട്ടുള്ള ഒരു സാഹചര്യത്തിലൂടെയാണ് ഇന്ന് UK, ബ്രിട്ടൻ കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത്. ഒരു കാലഘട്ടത്തിൽ ഈ ലോകത്തെ മുഴുവൻ എന്ന് വേണമെങ്കിൽ നമുക്ക് വിശേഷിപ്പിക്കാൻ സാധിക്കും, ലോകത്തിലെ ഭൂരിഭാഗം പ്രദേശങ്ങളും അടക്കി വാണിരുന്ന ബ്രിട്ടനെ ഇന്ന് അതിൻ്റെ പല മേഖലകളിലും അടക്കി വാണുകൊണ്ടിരിക്കുന്നത് ഇസ്ലാമിസ്റ്റുകളാണ്, പൊളിറ്റിക്കൽ ഇസ്ലാമിൻ്റെ വക്താക്കളാണ്. പാലുകൊടുത്ത കൈക്ക് തന്നെ തിരിഞ്ഞ് കുത്തുന്ന ആ ഒരു അജണ്ട വളരെ കൃത്യമായി ടാക്റ്റിക്കലായിട്ട് ഈ പൊളിറ്റിക്കൽ ഇസ്ലാമിൻ്റെ വക്താക്കൾ UK നടപ്പാക്കിക്കൊണ്ടിരിക്കുന്നു. UK സമസ്ത മേഖലകളിൽ നിന്നും ക്രൈസ്തവ വേരുകൾ അത് അറുത്ത് മാറ്റപ്പെട്ടുകൊണ്ടിരിക്കുന്നു. പലയിടങ്ങളിലും ശരീഅത്ത് നിയമങ്ങൾ നിലവിൽ വന്നുകൊണ്ടിരിക്കുന്നു. ഒരുപക്ഷെ ഈ പോക്ക് പോയി കഴിഞ്ഞാൽ, നമുക്കറിയാം ബ്രിട്ടൻ ഒരു അണുവായുധ ശേഖരമുള്ള രാജ്യമാണ്. ഒരുപക്ഷെ ഭാവിയിൽ ഈ പോക്ക് പോയി കഴിഞ്ഞാൽ ബ്രിട്ടൻ്റെ അധികാര ശ്രേണിയിലേക്ക് തീവ്ര ഇസ്ലാമിസ്റ്റുകൾ വരാനുള്ള എല്ലാ സാധ്യതയുമുണ്ട്. ഇപ്പോൾ തന്നെ ലോകത്തിലെ പല തീവ്രവാദ സംഘടനകളുടെയും അന്താരാഷ്ട്ര തലത്തിലുള്ള ഹെഡ് ക്വാർട്ടേഴ്സ് ലണ്ടൻ കേന്ദ്രീകരിച്ച്, പ്രത്യേകിച്ച് ബർമിംഗ്ഹാം ഒക്കെ കേന്ദ്രീകരിച്ച് ബ്രിട്ടനിൽ തന്നെയാണ് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത്. അതിൻ്റെ ഫണ്ടിങ്ങുമായി ബന്ധപ്പെട്ട പല കാര്യങ്ങളും ബ്രിട്ടൻ കേന്ദ്രീകരിച്ചാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഈ പോക്ക് പോയി കഴിഞ്ഞാൽ അതിഭയാനകമായിട്ടുള്ള ഒരു സ്ഥിതിയിലേക്കായിരിക്കും കാര്യങ്ങൾ പോകുന്നത്. ഇനിയെങ്കിലും ബ്രിട്ടൻ്റെ ഭരണാധികാരികൾ തിരിച്ചറിയുക, ഈ ഒരു കൂട്ടരെ മാത്രം ഇങ്ങനെ പ്രീണിപ്പിച്ചുകൊണ്ട് ഭരിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ ദോഷം ചെയ്യുന്നത് നിങ്ങളുടെ നാടിന് മാത്രമല്ല, യൂറോപ്പിന് ആകമാനമാണ്, ഈ ലോകത്തിന് ആകമാനമാണ്. അതുകൊണ്ട് നാടിൻ്റെ ആ ഒരു ചരിത്രത്തിലെ ആ ഒരു യഥാർത്ഥമായിട്ടുള്ള ബ്രിട്ടൻ്റെ സത്വം വീണ്ടെടുക്കുവാനുള്ള, ക്രൈസ്തവ മൂല്യങ്ങളിലേക്ക് ബ്രിട്ടനെ തിരികെ കൊണ്ടുവരാനുള്ള നടപടികൾ അടിയന്തരമായി എടുക്കുക എന്ന നിലപാട് അറിയിച്ചുകൊണ്ട് മറ്റൊരു വിഷയത്തിലെ നിലപാടുമായി ഞങ്ങൾ വീണ്ടും വരുന്നതായിരിക്കും. എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും നന്ദി.